മാസ്റ്റർ കീ അക്കാദമിയുടെ അടുത്തൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഓക്കെ, 2023 വന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. ഓക്കെ, first question. Health is defined as the preamble of WHO at Alma Ata Declaration was in the year. ഓക്കെ, ഹെൽത്തിന്റെ ആ ഒരു ആൽമ ആട്ട ഡിക്ലറേഷൻ WHO വന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1978. Health is defined as in the preamble of WHO at Alma Ata Declaration was in the year 1978. Okay, second question. Draw family tree. ഇതേപോലത്തെ ഇയേഴ്സ് ഒക്കെ കാണാണ്ട് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. Okay, then draw family tree for 3 generations to do family assessment in community. Health practice is termed as, അത് നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോ വീട്ടിലും ഹോം വിസിറ്റിന് കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഫാമിലി ട്രീ വരയ്ക്കാറുണ്ട് അല്ലെ? ഏകദേശം 3 ജനറേഷൻ വരെയുള്ള ഫാമിലി ട്രീ നമ്മൾ ഡ്രോ ചെയ്യാറുണ്ട്. അവർക്ക് എന്തൊക്കെ ഹെറിഡിറ്ററി ഡിസീസ് ഉണ്ട്, അങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ട്, അങ്ങനെ കുറച്ച് വേണ്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഫാമിലി ട്രീ വരയ്ക്കാറുണ്ട്. ആ ഒരു ഫാമിലി ട്രീ വരയ്ക്കുന്നതിന് എന്താണ് പറയാന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി ജീനോഗ്രാം. അതിനെ പറയുന്ന ആ ഒരു ഫാമിലി ട്രീ അങ്ങനെ ഒരു 3 ജനറേഷൻ വരെയുള്ള അല്ലെ, ആ ഒരു 3 ജനറേഷന്റെ ഫാമിലി ട്രീ വരയ്ക്കുന്നതിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ സി ജീനോഗ്രാം. ജീനോഗ്രാം. ഓക്കെ, then question number 3, primordial prevention. ഓക്കെ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ശരിക്കും പ്രിവെൻഷൻ എന്ന് പറയുന്നത് 4 രീതിയിലാണുള്ളത്. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടേർഷ്യറി പ്രിവെൻഷൻ. അങ്ങനെ 4 ഇതിലാണ് എന്ത് പ്രിവെൻഷൻ ഉള്ളത്? പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടേർഷ്യറി പ്രിവെൻഷൻ. ഈ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം വരാനുള്ള റിസ്ക് ഒരു പേഷ്യന്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു റിസ്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ആ റിസ്കിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രിവെന്റ് ചെയ്ത് കളയും. ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് വീട്ടിലെ കാർഡിയാക് ഡിസീസ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഹെറിഡിറ്ററി ആയിട്ട് കാർഡിയാക് ഡിസീസ് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും? അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് ഇനിയും റിസ്ക് അവിടെ ഉണ്ടെങ്കിൽ അല്ലെ, റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് കാർഡിയാക് ഡിസീസ്, കാരണം എന്താ? ഹെറിഡിറ്ററി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഫുഡിന്റെ ആ ഒരു ഇതുകൊണ്ടും എല്ലാം കൊണ്ടും എന്ത് വരും? കാർഡിയാക് ഡിസീസ് വരാം ഭാവിയിൽ. അപ്പൊ എന്തുണ്ടാവുന്നു? അങ്ങനെ ഒരു റിസ്ക് ഇവരുടെ കുടുംബത്തുള്ളത് കൊണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് മൊത്തം നമ്മൾ ചെയ്യുന്നു. ആ ഒരു റിസ്ക് ഡെവലപ്മെന്റ് ഫോർ കാർഡിയാക് ഡിസീസെ നമ്മൾ ഒഴിവാക്കുന്നു. അതിനെയാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സസൈസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു, ഡയറ്റ് മോഡിഫിക്കേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഇതിനെയാണ്, അതായത് റിസ്കെ പ്രിവെന്റ് ചെയ്യുന്നതിനെയാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? Multi-purpose health workers were introduced in India in primary health centers as per the recommendation of Dash Committee. Multi-purpose workers നമ്മുടെ ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലെ വന്നത് ആരുടെ, ഏത് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഏത് കമ്മിറ്റി ആയിരുന്നു? ഓപ്ഷൻ സി കർത്താർ സിംഗ് കമ്മിറ്റി. ഈ കർത്താർ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിലാണ് മൾട്ടിപർപ്പസ് വർക്കേഴ്സ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ കൊണ്ടുവന്നത്. ഓക്കെ, ഏതായിരുന്നു? കർത്താർ സിംഗ് കമ്മിറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ തേർഡ് റിവൈസ്ഡ് നാഷണൽ ഹെൽത്ത് പോളിസി വാസ് ലോഞ്ച്ഡ് ഇൻ ദി ഇയർ ഡാഷ്. റിവൈസ് ചെയ്ത നാഷണൽ ഹെൽത്ത് പോളിസി ഏത് വർഷമാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാറിപ്പോരുത്, നാഷണൽ ഹെൽത്ത് പോളിസിനെ കുറിച്ചല്ല ചോദിച്ചിരിക്കുന്നത്. റിവൈസ് ചെയ്ത മൂന്നാമത്തെ റിവൈസ് ചെയ്ത നാഷണൽ ഹെൽത്ത് പോളിസി വന്നിരിക്കുന്ന വർഷം ഓപ്ഷൻ ഡി 2017. ഓപ്ഷൻ ഡി 2017.
വീണ്ടും ഒരുപാട് പോയോ? ഓക്കെ, ഓപ്ഷൻ ഡി 2017. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഹെൽത്ത് റിലേറ്റഡ് ഗോൾ, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഗോൾ ആണ്. ടു എൻഷുർ ഹെൽത്ത് ആൻഡ് വെൽബീങ് ഫോർ ഓൾ അറ്റ് ഓൾ ഏജസ്. അല്ലെ, ഹെൽത്ത് ആൻഡ് വെൽബീങ് ഓഫ് ഓൾ അറ്റ് ഓൾ ഏജസ്, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഗോൾ ആണ്. അതെന്താണ് എൻഷുർ ചെയ്യുന്നുണ്ടായിരുന്നത്? ഹെൽത്ത് ആൻഡ് വെൽബീങ്, ഹെൽത്തും വെൽബീങ്, ഏതൊരു ഏജിലും എല്ലാവർക്കും ഹെൽത്തും വെൽബീയിങ് കൊടുക്കണം എന്നുള്ള ഒരു ഹെൽത്ത് റിലേറ്റഡ് ഗോള്. അത് ഏതിന്റെ പാർട്ടായിട്ടാണ് വന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ സി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ ആണ്, ഒരു ഹെൽത്ത് റിലേറ്റഡ് ഗോൾ ആണ്. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിൽ പറയുന്നത് ഹെൽത്ത് ഫോർ അല്ലെ, ഹെൽത്ത്, ഒരു ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ ഓൾ, ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഫോർ ഓൾ, അതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്, ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നിക് ആണ്. ഇവിടെ എ ഗ്രൂപ്പ് ഓഫ് എക്സ്പേർട്സ് അല്ലെ, ഒരു ഗ്രൂപ്പ് മൊത്തം എക്സ്പേർട്സ് ആയിരിക്കും. അവര് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ, ഒരു നിശ്ചിത ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും അല്ലെ. എന്നിട്ട് അത് ആ ഒരു ഇതിനെ, അത് നമ്മൾ പറഞ്ഞു, ഇത് പോയിന്റുകൾ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ഒരു ഗ്രൂപ്പാണ് അല്ലെ, ഒരു ഗ്രൂപ്പാണ്, അതിലുള്ളവരെല്ലാം എക്സ്പേർട്സ് ആയിരിക്കും. അവരിരുന്ന് ഒരു നിശ്ചിത ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ആ ഒരു ഇതിനെ എന്താണ് പറയുന്നത് എന്നാണ് ചോദിച്ചത്. എന്താണ്? പാനൽ ഡിസ്കഷൻ. കാരണം എന്താണ്? ആ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും എക്സ്പേർട്സ് ആണ്. ഗ്രൂപ്പ് ഡിസ്കഷനിലും റോൾ പ്ലേയും വർക്ക്ഷോപ്പും അതാണോ? ഒരിക്കലും അല്ല. സോ പാനൽ ഡിസ്കഷൻ. ഓക്കെ, then reducing prevalence of preventable blindness to dash is the goal declared in the program Right to Sight, National Program for Control of Blindness and Visual Impairment. 2017 നിലവിൽ വന്ന നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ആൻഡ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് ഒരു നാഷണൽ പ്രോഗ്രാം ആണ്. അത് ഒന്നെങ്കിൽ അന്ധത തടയുക അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് കുറയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിൽ 2017 വന്നൊരു പ്രോഗ്രാം ആണ് ഇത്. അപ്പൊ ഇതിന് ഇവർ പറയുന്നത് ഇത്ര പേഴ്സൻറ്റേജോളം ബ്ലൈൻഡ്നെസ് കുറയ്ക്കാം എന്ന രീതിയിലാണ് വന്നത്. അതിന്റെ ആ ഒരു മുദ്രാവാക്യം എന്നൊക്കെ പറയുന്നത് റൈറ്റ് ടു സൈറ്റ്, എല്ലാവർക്കും അവകാശം അല്ലെ, കാണാനുള്ള അവകാശം എന്നുള്ള രീതിയിലാണ് ഇത് വന്നത്. സോ അത് എത്ര പെർസെന്റേജ് ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എത്ര പെർസെന്റേജ് ആണ് ഈ 2017 നിലവിൽ വന്ന ഈ പ്രോഗ്രാം പറയുന്നത്, എത്രത്തോളം ബ്ലൈൻഡ്നെസ് കുറയ്ക്കും എന്നാണ് പറഞ്ഞത്? എത്രത്തോളം ബ്ലൈൻഡ്നെസ് കുറയ്ക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പ്രിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു സൈഡിലായിട്ട് എഴുതി വെച്ചോ. Prevalence of a disease is a number of people in a population who have disease at a given time. Number of people in a population. ഒരു പോപ്പുലേഷനിലുള്ള number of people അല്ലെ, എത്ര പേരാണോ അത്രയും പേര് who have disease, ആർക്കൊക്കെ? ഒരു പോപ്പുലേഷനിൽ ഇപ്പൊ ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിൽ 20 പേർക്ക് ഒരു നിശ്ചിത സമയത്ത് രോഗമുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രിവാലൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പോപ്പുലേഷനിൽ നിശ്ചിത ആൾക്കാർക്ക് നിശ്ചിത സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കോമൺ ആയിട്ടുള്ള ഒരു രോഗത്തിനാണ് നമ്മൾ പ്രിവാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവർ പറയാണ് ഈ ഒരു ഏരിയയിലുള്ള നിശ്ചിത ആൾക്കാരിൽ കണ്ടുവരുന്ന ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് ഇത്ര പെർസെന്റേജോളം കുറയ്ക്കുമെന്ന്. അപ്പൊ എത്ര പെർസെന്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി 0.3%. അല്ലെ, അത്രയൊക്കെ പറ്റുള്ളൂ. കാരണം ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അന്ധതയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു പോപ്പുലേഷനിലെ ഒരു നിശ്ചിത നമ്പേഴ്സ് ഉള്ള ആൾക്കാർക്ക് നിശ്ചിത ടൈമിൽ വരുന്ന ആ ഒരു ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയുന്നത് ഏകദേശം 0.3%ഓളം കുറയ്ക്കണം എന്ന രീതിയിൽ വന്ന ഒരു പ്രോഗ്രാം ആണ് കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെന്റ് പ്രോഗ്രാം ഇൻ 2017. എത്ര പെർസെന്റേജ് ആയിരുന്നു? 0.3%. Okay, then അടുത്ത ക്വസ്റ്റ്യൻ, കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ കമ്പോണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നോക്കിക്കേ, ക്വസ്റ്റ്യനിൽ തന്നെ ശ്രദ്ധിച്ച് ഒന്നും കൂടെ വായിക്കുക. കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം ആൻസേഴ്സ് ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. സോ 4 ഒബ്ജക്റ്റീവ്സ് അതിൽ കൊടുത്തിട്ടുണ്ട്. 4 ഒബ്ജക്റ്റീവ്സിലും സിംഗിൾ കമ്പോണന്റേ കൊടുത്തിട്ടുള്ളൂ. കമ്പോണൻസ് എന്ന് ചോദിച്ച സ്ഥിതിക്ക് എന്ത് ഒന്നിലധികം ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ഡി സെന്റർ
ഒരു കമ്മ്യൂണിക്കേഷന്റെ കമ്പോണന്റ് ആണ് ചാനൽ ഇൻഫർമേഷൻ അല്ലെ. ഒരു സെന്റർ, ഒരു പറയാൻ ഒരാൾ വേണം, ഒരു ചാനൽ വേണം. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കാൻ ഞാനുണ്ട്, എനിക്ക് ഒരു ചാനൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ സൂം മീറ്റിംഗ് വഴിയും ഞാനൊരു ചാനലിൽ കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്. ഞാൻ പറയുന്ന ഒരു ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ. സോ ഇത് മൂന്നും കമ്പോണൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ ഓപ്ഷൻ ഡി, all of the above. Okay. Then അടുത്ത question, the topmost agency in union government on framing health policy. യൂണിയൻ ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഏജൻസി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഏജൻസി ആയിരുന്നു? ഫ്രെയിമിംഗ് ഹെൽത്ത് പോളിസി ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെ. ആ ഒരു ഹെൽത്ത് പോളിസി ഫ്രെയിമിംഗ് ചെയ്യാനും അതുപോലെ പ്ലാൻ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് മോസ്റ്റ് ഏജൻസി ആയിരുന്നു. അതിനെ നമ്മൾ ആ ഒരു ഏജൻസിയുടെ പേരെന്ന് പറയുന്നത് ഹെൽത്ത് പോളിസി പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു. ഫ്രെയിമിംഗ് ഹെൽത്ത് പോളിസി ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു ആ ഒരു ഹെൽത്ത് പോളിസിയുടെ പേര്. ഓക്കെ, എന്തായിരുന്നു? ഫ്രെയിമിംഗ് ഹെൽത്ത് പോളിസി ആൻഡ് പ്ലാനിംഗ് കമ്മീഷൻ എന്നായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ഏജൻസി ആയിരുന്നു. പക്ഷെ അത് റീനെയിം ചെയ്തു, അത് വീണ്ടും വേറൊരു പേരിട്ടു. ആ പേര്, പുതിയ പേര് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ ആയിരുന്നു അവര് പേര് മാറ്റിയത്? ഫ്രെയിമിംഗ് ഹെൽത്ത് പോളിസി ആൻഡ് പ്ലാനിംഗ് കമ്മീഷന്റെ പേര് മാറ്റി അവരൊരു പുതിയൊരു പേരിട്ടു. അതാണ് നിറ്റി ആയോഗ്. എന്തായിരുന്നു? നിറ്റി ആയോഗ്. നിറ്റി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് was a shift in strategy adopted under family planning program to reduce emphasis on targets അല്ലെ. ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമില് നമ്മുടെ ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു, ഒരു ഷിഫ്റ്റ് ചെയ്ത് ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ആ ഒരു സ്ട്രാറ്റജി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച്. അതൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കപ്പിൾസിന് വേണ്ടിയിട്ടായിരുന്നു. സോ ആ ഒരു സ്ട്രാറ്റജി ഏതായിരുന്നു ചോദിച്ചിരിക്കുന്നത്? കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച്. ഡാഷ് വാസ് എ ഷിഫ്റ്റ് ഇൻ സ്ട്രാറ്റജി അല്ലെ. ഒരു സ്ട്രാറ്റജി ആയിരുന്നു, ഒരു ഷിഫ്റ്റ് ഇൻ സ്ട്രാറ്റജി ആയിരുന്നു. അത് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ആയിരുന്നു അത് കൊണ്ടുവന്നത്. ഓക്കെ, അത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു? ടാർഗറ്റ്സ് അല്ലെങ്കിൽ കപ്പിൾസിന് വേണ്ടിയിട്ടായിരുന്നു. അത് ഏത് സ്ട്രാറ്റജി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച്. കമ്മ്യൂണിറ്റി നീഡ് അസസ്മെന്റ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? Dash is a required skill in counseling which helping process to explore reality of client to make choices and decisions. ഇതെന്ന് പറയുന്നത് അല്ലെ, ഡാഷ് ഇസ് എ റിക്വേർഡ് സ്കിൽ. ഇതെന്ന് പറയുന്നത് അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ്. ആർക്ക്? കൗൺസിലർക്ക് വേണ്ട ഒരു സ്കില്ലാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൗൺസിലർ ഉണ്ടാവും അല്ലെ, നമ്മൾ കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളുണ്ടാവും. അപ്പൊ ആളുടെ ബുദ്ധിമുട്ടൊന്ന് ഓർത്ത് നോക്കിയേ. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ചോയ്സ് എന്തെങ്കിലും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രശ്നമാണ് ആൾക്കെങ്കിൽ ഈ കൗൺസിലർ അയാളെ ഹെൽപ്പ് ചെയ്യും. ഒരു ഡിസിഷൻ എടുക്കാനും അല്ലെങ്കിൽ ഒരു ചോയ്സ് എടുക്കാനൊക്കെ ആയിട്ട് ആളെ ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഈ കൗൺസിലർ പറയാണ്, ഇതിപ്പോ ഞാനിപ്പോ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, എന്റെ സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക അല്ലെ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യുക. സോ അത് ഞാൻ അങ്ങനെ മാനേജ് ചെയ്തേനെ എന്ന് ഈ കൗൺസിലർ പറയും. അപ്പൊ അയാൾക്ക് തോന്നും, എന്ത് ശരിയാണല്ലോ, അന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്ന് ആ ഒരു വ്യക്തിക്ക് തോന്നും. അത് ഏത് സ്കില്ലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, എംപതി. എംപതി അല്ലെ. എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാള് ആ ഒരു സാഹചര്യത്തിലായിട്ട് ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നതിനെയാണ് എംപതി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഇസ് ദ പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി അല്ലെ. ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്താണ്? ഫാമിലിയാണ് അല്ലെ. ഒരുപാട് ഫാമിലികൾ ചേർന്നാലാണ് ഒരു എന്തുണ്ടാവുള്ളൂ? ഒരു സൊസൈറ്റി ഉണ്ടാവുള്ളൂ. സോ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാമിലിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, infant mortality rate includes death of infants under 1 year of age per 1,000 live births, excluding. അപ്പൊ ഇവര് പറയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സിന് താഴെയുള്ള പിള്ളേരുടെ മരണനിരക്കിനെയാണ് നമ്മൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം ഒരു 1000 ലൈവ് ബർത്തുകൾ എടുക്കുമ്പോൾ അതിൽ എത്ര
എത്ര കുഞ്ഞുങ്ങൾ ഒരു വർഷം തികയാതെ മരിക്കുന്നു എന്നതിനെയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പറയാണ് ഇതില് ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലെ? ക്വസ്റ്റ്യൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? Infant mortality rate is defined as a mortality rate or death rate under 1 year എന്ന് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു വർഷത്തിന് താഴെയുള്ള പിള്ളേരുടെ മരണനിരക്കിനെയാണ് നമ്മൾ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയാ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവർ വീണ്ടും പറയാണ് അതിൽ എന്താണ് എക്സ്ക്ലൂഡ് ചെയ്യാന്ന്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ എന്തെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഓൾറെഡി ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സ് തികയാതെയുള്ള മരണത്തിനെയാണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ബി, നൺ ഓഫ് അബവ്. ഇതിലത്തെ ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. 0 to 28 ഡേയ്സിലുള്ള മരണനിരക്കും ഇൻഫാന്റിൽ വരും, 0 to 14 ഡേയ്സിലുള്ള മരണനിരക്കും ഇൻഫാന്റിൽ വരും, 0 to 6 മന്ത്സിലുള്ള മരണനിരക്കും ഇൻഫാന്റിൽ വരും. സോ നൺ ഓഫ് അബവ് അല്ലെ, ഒന്നും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ എത്തിയിട്ടാ. The states lagging demographic targets under RCH program were referred to അല്ലെ? എന്താണ് the states lagging demographic targets under RCH പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഒരു demographic targets? ഓക്കെ, ആ ഒരു ഏതാണ് ആ സ്റ്റേറ്റ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 സ്റ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ, empowered action group states. എന്തായിരുന്നു? EAG, empowered action group states. Question, the states lagged in demographic targets under RCH program. എന്തായിരുന്നു? empowered action group states. അടുത്ത ക്വസ്റ്റ്യൻ, dash is the program that brought under one umbrella of reproductive, maternal, neonatal and child health. അല്ലെ? ഒരു ഈ റീപ്രൊഡക്റ്റീവും മെറ്റേണലും നിയോനാറ്റലും ചൈൽഡ് ഹെൽത്തും ഒരു കുടക്കീഴിൽ, അത് ഏത് പ്രോഗ്രാം ആണെന്ന് ചോദിച്ചത്. എന്തൊക്കെയായിരുന്നു? റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് വന്നു, മെറ്റേണൽ ഹെൽത്ത് വന്നു, നിയോനാറ്റൽ ഹെൽത്ത് വന്നു, ചൈൽഡ് ഹെൽത്ത് വന്നു. ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കുടക്കീഴിൽ വരുന്ന ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത്. ആ പ്രോഗ്രാം ഏതായിരുന്നു? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത്. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടീം മസ്റ്റ് ഹാവ്. ഒരു ടീമിന് തീർച്ചയായിട്ടും വേണ്ടത് എന്താണ്? ഒരു ടീമായി കഴിഞ്ഞാൽ എന്താണ് വേണ്ടത്? ഒരു ടീം ആണെങ്കിൽ ആ ടീമിന് നിശ്ചിതമായിട്ടും വേണ്ടത് ഒരു കോമൺ ഗോൾ ആണ് അല്ലെ? എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഗോൾ ആണെങ്കിൽ അതൊരു ടീം വർക്ക് ആവില്ല അല്ലെ? ഒരു ടീം ആവില്ല. സോ ഒരു ടീം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടീമിന് കോമൺ ആയിട്ടുള്ള ഒരു ഗോൾ വേണം, എന്നാലാണ് അതൊരു ടീം ആവുള്ളൂ. ഓക്കെ, സോ നിർബന്ധമായിട്ടും വേണ്ടത് എന്തായിരുന്നു? കോമൺ ഗോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, which of the following is protective food? Protective food, ഇതാണ് ക്വസ്റ്റ്യൻ. which of the following is a protective food? എന്താണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്? മോർ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഫുഡ് ആയിരിക്കണം അല്ലെ? റൂട്ട് ആൻഡ് ട്യൂബേഴ്സും വീറ്റും റൈസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ കലോറിയുടെ അളവൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. സോ വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ എന്താ? അതിൽ അടക്ക് വന്നു അല്ലെ? വാട്ടർ സോല്യൂബിൾ ആൻഡ് ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ വന്നു. സോ പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് എന്ന് പറയുന്നത് വെജിറ്റബിൾസ് ആണ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്സ് ആരായിരുന്നു? വെജിറ്റബിൾസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കെരാറ്റോമലേഷ്യ. കെരാറ്റോമലേഷ്യ ഈസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ? കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത് ഏത് വൈറ്റമിന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. കെരാറ്റോമലേഷ്യ. ഓക്കെ, കെരാറ്റോമലേഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയ സൈഡിലായിട്ട് എഴുതി വെച്ചേക്കുക. കെരാറ്റോമലേഷ്യ ഈസ് എ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വൈറ്റമിൻ ആണ്. അപ്പൊ എന്തായിരുന്നു? ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആണ്. ഇതിൽ എന്താ ഉണ്ടാവണെന്ന് അറിയോ? ഇറ്റ്സ് കോസസ് കോർണിയൽ ഡീജനറേഷൻ. കണ്ണിന്റെ കോർണിയൽ ഡീജനറേഷൻ ഉണ്ടാവും. ആൻഡ് ലീഡിങ് ടു കോസ് വിഷ്വൽ ഇമ്പയർമെന്റ്. സിവിയർ വിഷ്വൽ ഇമ്പയർമെന്റിലേക്ക് ഇത് കാരണമാക്കും. അപ്പൊ കെരാറ്റോമലേഷ്യ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കെരാറ്റോമലേഷ്യ ഇസ് എ വൈറ്റമിൻ ഡെഫിഷ്യൻസി. ഏത് വൈറ്റമിൻ ആയിരുന്നു? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. കെരാറ്റോമലേഷ്യ ഇസ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. ഇറ്റ് കോസസ് കോർണിയൽ ഡീജനറേഷൻ. Keratomalacia is a vitamin A deficiency and it causes corneal
It causes corneal, corneal, corneal degeneration and leading to cause severe visual impairment. അതാണ് ഈ കെരാറ്റോമലേഷ്യ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത് എന്തായിരിക്കും? കണ്ണായിരിക്കും. സോ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടാണ് കെരാറ്റോമലേഷ്യ ഉണ്ടാവുന്നത്. കെരാറ്റോമലേഷ്യ എന്ന് പറയുന്നത് കോർണിയൽ ഡീജനറേഷൻ ആണ്. ഈ കോർണിയൽ ഡീജനറേഷൻ പിന്നെ സിവിയർ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഇമ്പയർമെന്റിലേക്കും പോകും. ഓക്കെ, അപ്പൊ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ എല്ലാവരും കഴിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഇൻഫാന്റ് ന്യൂട്രീഷൻ. ഇൻഫാന്റിന്റെ ഇതിൽ കൊടുത്തിരിക്കുന്നത് എല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആണ്, പക്ഷെ ഇതിലത്തെ ബെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരുന്നു? വെയിറ്റ്. ആ കൊച്ചിന് ആഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടോ, ആ കുട്ടിയുടെ ബർത്ത് വെയിറ്റ് അനുസരിച്ച് ആഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഓരോ പിള്ളേരുടെ ബർത്ത് വെയിറ്റിനനുസരിച്ച് ഓരോ പിള്ളേരിലും വ്യത്യാസം വരും. സോ ബർത്ത് വെയിറ്റിനനുസരിച്ചായിട്ടുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ടോ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഇൻഡിക്കേറ്റർ ഈ 4 ഇൻഡിക്കേറ്ററുകളിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നോൺ ന്യൂട്രീഷ്യസ് സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ഇന്റൻഷനലി ടു ഫുഡ് ടു ഇംപ്രൂവ് ദ അപ്പിയറൻസ്, ഫ്ലേവർ ഓർ സ്റ്റോറേജ് പ്രോപ്പർട്ടീസ്. അല്ലെ, ഒരു ഫുഡ് അഡിക്റ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഫുഡ് അഡിക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു സാധനമാണ്, ആ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു കെമിക്കല് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഫുഡിന്റെ ടേസ്റ്റ് കൂട്ടാനോ ഫ്ലേവർ കൂട്ടാനോ അല്ലെങ്കിൽ അത് കുറെ കാലം സൂക്ഷിച്ചു വെക്കാനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കെമിക്കലാണിത്, അല്ലെങ്കിൽ ആ ഒരു ആഡ് ചെയ്യുന്ന രീതി അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതെന്തായിരുന്നു? ഫുഡ് അഡിക്റ്റീവ്സ്. അല്ലെ, ഈ അച്ചാറൊക്കെ ഇടുമ്പോ എന്ത് ചെയ്യും? നമ്മള് ഈ വിനാഗിരി ഒഴിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ ഇപ്പൊ വരുന്ന ടിൻഡ് ഫുഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രൂട്ടി മാസ അതൊക്കെ മേടിക്കുമ്പോ അത് മൊത്തം നമ്മുടെ ഫ്രൂട്ട് മാത്രമാണോ? അല്ല. അല്ലെ, മാങ്ങ മാത്രമാണോ ഉള്ളത്? അല്ല, അതിൽ ഒരുപാട് ഫ്ലേവറുകൾ ചേർക്കുന്നുണ്ട്, കളർ ചേർക്കുന്നുണ്ട്, അല്ലെ, പിന്നെ ആസിഡിറ്റി റെഗുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അതിന്റെ അപ്പിയറൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. മാങ്ങ ജ്യൂസിൽ വരേക്കും മാങ്ങയുടെ ഫ്ലേവർ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാ? ഇച്ചിരിയും കൂടി അതിന്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവർ ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ഒരു നോൺ ന്യൂട്രീഷ്യസ് ആണ്. അത് ഇങ്ങനത്തെ ഒരു അഡിക്റ്റീവ്സ് നമുക്ക് തന്നിട്ട് നമുക്ക് ഒരിക്കലും ഒരു ന്യൂട്രീഷൻ കിട്ടാൻ പോകുന്നില്ല, നമ്മുടെ കിഡ്നി പോകാൻ പോകുന്നുള്ളൂ. പക്ഷെ അതൊരു നോൺ ന്യൂട്രീഷ്യസ് സബ്സ്റ്റൻസ് ആണ്. അത് ആ ഒരു ഫുഡിന്റെ ഫ്ലേവറും അതിന്റെ ടേസ്റ്റും അതുപോലെ അതിന്റെ സ്റ്റോറേജ് പ്രോപ്പർട്ടീസ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു കെമിക്കലിനെ നമ്മൾ പറയും ഫുഡ് അഡിക്റ്റീവ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കളക്ഷൻ ഓഫ് പസ് അറൌണ്ട് ദ ടീത്ത്. ടീത്തിന് ചുറ്റിനും ഒരു പസിന്റെ കളക്ഷൻ വരുന്നതിന് എന്ത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സോ പസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പയോ എന്ന് പറയുന്നതിന്റെ മീനിങ് പസ് ആണ്. ഓക്കെ, പയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസ് ആണ്. പിന്നെ വേറൊരു പയോയും ഇവിടെ കൊടുത്തിട്ടില്ല. പിന്നെ ഡെന്റൽ പ്ലേക്ക്, ഡെന്റൽ ക്യാരീസ്, ഹാലിറ്റോസിസ്. അല്ലെ, ഹാലിറ്റോസിസ് എന്ന് പറയുന്നത് ബാഡ് ഓർഡർ ആണ്. ഡെന്റൽ ക്യാരീസ് പല്ലിൽ തുള വരുന്നതിനെയാണ്. ഡെന്റൽ പ്ലേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കറുത്ത ഭാഗങ്ങൾ ഇതിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ആ ഒരു പസ്സേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, പയോറിയ. അപ്പൊ എന്തായിരുന്നു? പസ് അറൌണ്ട് ദ ടീത്ത് എന്ന് പറയുന്നത് പയോറിയ. ഓക്കെ, പയോറിയ. ക്ലാസ്സിന് സ്പീഡ് കൂടുതലാണെന്ന് ഇത് അറിയാം, എങ്കിലും നിങ്ങൾ സ്പീഡിൽ ഇത് എഴുതിയെടുക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. ഓക്കെ, ഒരു മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഉള്ള ഒരു പേഷ്യന്റ് തുമ്മുകയോ ചുമയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഡ്രോപ്ലെറ്റ് പുറത്തു വരികയും ആ ഡ്രോപ്ലെറ്റിൽ എന്തുണ്ട്? ഈ ഒരു മെനിഞ്ചൈറ്റിസിന്റെ മെനിഞ്ചോകോക്കൽ വൈറസ് ഉണ്ടാവും. സോ മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ ഉണ്ടാവും. സോ അതെന്തിന് മെനിഞ്ചോകോക്കൽ ബാക്ടീരിയ പിന്നെ അടുത്ത ഒരു പേഷ്യന്റിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് അടുത്തൊരു ഡിസീസ് തന്നെ ഉണ്ടാക്കും. സോ ഏതായിരുന്നു മോഡ്? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് കേട്ടാ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് മെനിഞ്ചോകോക്കൽ മെനിഞ്ചൈറ്റിസ് ഏതായിരുന്നു? ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് റിഫ്യൂസ് ഡിസ്പോസലിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് റിഫ്യൂസ് ഡിസ്പോസൽ. ഓപ്ഷൻ ഡി, ബേണിംഗ്, കത്തിച്ച് കളയുക. അതാണ് റിഫ്യൂസ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. എന്തായിരുന്നു? കത്തിച്ച് കളയുക, ബേണിംഗ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ,
വേസ്റ്റ് വാട്ടർ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ. ഇത് ഇവിടെയാണ് ക്വസ്റ്റ്യൻ എത്തിയത്. വേസ്റ്റ് വാട്ടർ ഒരു വേസ്റ്റ് വാട്ടർ ആണ്, പക്ഷെ അതിൽ എന്തില്ല, മലവിസർജനം ഇല്ല. അത് ഏതാണെന്നാണ് ചോദ്യം. എന്തായിരുന്നു? സുല്ലേജ്. സുല്ലേജ്. ഈ സേവേജിലൊക്കെ മലർ വിസർജനത്തിനോട് കൂടിയിട്ടുള്ള വേസ്റ്റ് വാട്ടറിനെയാണ് നമ്മൾ സേവേജ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായിരുന്നു? വേസ്റ്റ് വാട്ടർ ആണ്, പക്ഷെ ഡസ് നോട്ട് കണ്ടെയ്ൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ എഴുതണം സുല്ലേജ്. സുല്ലേജ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ ഫ്യൂമിഗേഷൻ ഓഫ് റാറ്റ് ബാരോസ്? ഫ്യൂമിഗേഷൻ ഓഫ് റാറ്റ് ബാരോസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇതിൽ ഏത് കെമിക്കലാണ് ഇതിൽ റാറ്റ് ബാരോസിന്റെ ഫ്യൂമിഗേഷന് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ റാറ്റ് ബാരോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റാറ്റ് ബാരോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, എലികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പൊത്ത്. അതായത് ആ എലിക്ക് എന്തിനു വേണ്ടിയിട്ട്, അവർക്കൊരു ഷെൽട്ടറിന് വേണ്ടിയിട്ട്, അവർക്ക് അല്ലെങ്കിൽ ഫുഡിനും വാട്ടറിനും ഒക്കെ വേണ്ടിയിട്ട് അവരുണ്ടാക്കുന്ന ആ ഒരു പൊത്തിനെയാണ് നമ്മൾ റാറ്റ് ബോറോസ് എന്ന് പറയുന്നത്. റാറ്റ് ബോറോസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ എലിയുടെ ആ ഒരു വാസസ്ഥലം, ആ ഒരു പൊത്തിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളുടെ പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മുടെ അമ്മമാര് അല്ലെങ്കിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ചെയ്യാൻ കണ്ടിട്ടില്ലേ, എലിയുടെ പൊത്ത് പുകയ്ക്കും അല്ലെ? പണ്ട് ഈ മറ്റേ എന്താണ്, ഈ ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു പുകച്ചോണ്ടിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? എലീനെ പുറത്ത് ചാടിച്ച് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഫ്യൂമിഗേഷന് വേണ്ടിയിട്ട്, ആ ഒരു പുകയ്ക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പൊത്ത് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മെഡിക്കലി നമ്മളൊരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. സോറി, കമ്മ്യൂണിറ്റിയിൽ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് സയാനോ ഗ്യാസ്. ഓക്കെ, സയാനോ ഗ്യാസ്. പണ്ട് കാലത്ത് നമ്മൾ ചകിരിയൊക്കെ പോയിച്ചുകൊണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ സയാനോ ഗ്യാസ്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് യൂസ്ഡ് ഫോർ ഫ്യൂമിഗേഷൻ ഓഫ് റാറ്റ് ബോറോസ്? എന്തായിരുന്നു? സയാനോ ഗ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ സാൻഡ്ഫ്ലൈ. അല്ലെ, ഫീമെയിൽ സാൻഡ്ഫ്ലൈയുടെ ബൈറ്റ് കൊണ്ട് കിട്ടുന്ന ഡിസീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാല ആസം. ഇത് നമുക്ക് ഒരിക്കലും മറക്കാത്തൊരു കാര്യമാണ് അല്ലെ. ഫീമെയിൽ സാൻഡ്ഫ്ലൈ പണ്ട് തുടങ്ങിയ എല്ലാ ക്വസ്റ്റ്യൻസിലും, എല്ലാ ഇപ്പൊ നമുക്കുള്ള എന്താ വൺ വേർഡ് ക്വസ്റ്റ്യൻസിലാണെങ്കിലും, അതുപോലെ തന്നെ PSCയിലാണെങ്കിലും മിക്കവാറും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഡിസീസ് ട്രാൻസ്മിറ്റഡ് ബൈ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ സാൻഡ്ഫ്ലൈ, കാല ആസം. ഓക്കെ, and the next question, the recommended maximum noise level. Recommended maximum noise level. ഏറ്റവും നമുക്ക് സഹിക്കാൻ പറ്റുന്ന ആ ഒരു നോയ്സ് ലെവൽ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റെക്കമെൻഡഡ് മാക്സിമം നോയ്സ് ലെവൽ. അപ്പൊ എന്താണ് ഈ നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞായിരുന്നു, അതായത് ഈ ആവശ്യമില്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത അത്രയും എമൗണ്ടില് ആവശ്യമില്ലാത്ത സൗണ്ട് കേൾക്കുന്നതിനെയാണ് നമ്മൾ നോയ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നോർമലി ഞാൻ പറയുന്ന ഈ സംസാരിക്കുന്ന ഇതിനെ നോയ്സ് എന്ന് നമ്മൾ പറയില്ല. അതേസമയം ഈ നോയ്സ് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു സൗണ്ടും കൂടെ കയറി വരുന്നാൽ അതിനെ നമ്മൾ എന്ത് പറയും? നോയ്സ് എന്ന് പറയും. ഓക്കെ, സോ ഈ നോയ്സ് ആണെങ്കിലും ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്നത്ര ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും, നമുക്ക് ഭയങ്കര ടെമ്പർ കൂടും. ഓക്കെ, അങ്ങനെയൊക്കെ കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. സോ ഏതൊരു നോയ്സിനും ഒരു ലെവൽ വരെ ഉണ്ട്. അത് വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കലി ആൻഡ് മെന്റലി നമുക്കത് ബാധിക്കും. ഓക്കെ, സോ അത് എത്ര ഡെസിബിൾ വരെ സഹിക്കാൻ പറ്റും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 85 decibels. എത്രയായിരുന്നു? 85 decibels. The recommended maximum noise level എന്ന് പറയുന്നത് എത്രയായിരുന്നു? 85 decibels. 85 decibels. Okay, അടുത്ത question. A mental mechanism in which the person reverting to an earlier level of development. അല്ലെ, ഒരു മെന്റൽ മെക്കാനിസം ആണ്. നമ്മൾ കുറെ മെന്റൽ മെക്കാനിസംസ് അല്ലെങ്കിൽ കോമ്പൻസേറ്ററി മെക്കാനിസംസ് നമ്മൾ സൈക്കോളജിയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു മെന്റൽ മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതില് ആ ഒരു ആ വ്യക്തിയെക്കാട്ടിലും ചെറിയ അല്ലെ ചൈൽഡ്ഹുഡ് ലെവലിലേക്ക് പോകുന്നതിനെയാണ്, അങ്ങനെ പെരുമാറുന്നതിനെയാണ് നമ്മൾ ഈ ഒരു മെക്കാനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് റിഗ്രഷൻ അല്ലെ. പെട്ടെന്ന് ആ ഒരു ഏർലി ഡെവലപ്മെന്റൽ സ്റ്റേജിലോട്ട് പോകും. അതിനെ നമ്മൾ എന്ത് പറയും? റിഗ്രഷൻ. എ മെന്റൽ മെക്കാനിസം ഇൻ വിച്ച് ദ പേഴ്സൺ റിവേർട്ടിംഗ് ടു ആൻ ഏർലിയർ ലെവൽ ഓഫ് ഡെവലപ്മെന്റ് ഈസ് നോൺ ആസ് റിഗ്രഷൻ. Okay, അടുത്ത question. The largest voluntary organization working for the case of disadvantaged
ഡിസഡ്വാൻറ്റേജ്ഡ് ഓൾഡർ പീപ്പിൾ ഇൻ ഇന്ത്യ. ഓക്കെ, ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഓൾഡർ പീപ്പിളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അത് ഏതായിരുന്നു? ഹെൽപ്പ് ഏജ് ഇന്ത്യ. Help Age India. Help Age India. Okay, the largest voluntary organization working for the care of disadvantaged older people. Okay, then next question, the largest organ in our body. ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല, അപ്പോഴേക്കും നമ്മൾ ഉറക്കത്തിലാണെങ്കിലും പറയും അല്ലെ, സ്കിൻ ആണ് അല്ലെ. ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി ഏതായിരുന്നു? സ്കിൻ. എന്തായിരുന്നു? സ്കിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. ഒരു കിഡ്നി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയെടുക്കുന്നത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, നെഫ്രോൺ. നെഫ്രോൺ ആണ് കിഡ്നിയുടെ അരിപ്പ എന്ന് പറയുന്നത്. ബ്ലഡ് ഒക്കെ അരിച്ച് യൂറിൻ ഉണ്ടാക്കുന്നത് നെഫ്രോൺ ആണ്. സോ ഫങ്ഷണൽ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ പണിയെടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? നെഫ്രോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, the point at which chlorine demand of water is fully met. അല്ലെ, ഒരു വാട്ടറിൽ ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ അത് ഫുള്ളി അലിഞ്ഞു ചേരുന്ന ആ ഒരു പോയിന്റിനെ എന്ത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ഡി, ബ്രേക്ക് പോയിന്റ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ദ പോയിന്റ് അറ്റ് വിച്ച് chlorine demand of water is fully met is called break point. എന്തായിരുന്നു? ബ്രേക്ക് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് ഡിസീസ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു പ്രൈമോഡിയൽ പ്രിവെൻഷൻ നമ്മൾ കണ്ടായിരുന്നു. അടുത്ത എന്തായിരുന്നു? സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ ഓഫ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മൾ കുറച്ച് പ്രിവെൻഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തൊക്കെയായിരുന്നു? പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. ഇനി പ്രൈമോഡിയൽ പ്രിവെൻഷനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താണ്? ഒരു റിസ്ക് ഉണ്ടാവാനുള്ള ചാൻസിനെ വരേക്കും നമ്മൾ പ്രിവെന്റ് ചെയ്ത് കളയും അല്ലെ. അതായത് ഒരു പേഷ്യന്റിന് ഒരു റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് കാർഡിയക് ഡിസീസ് ഓർ റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ റിസ്ക് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ് എന്നൊക്കെയുള്ള ഒരു റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്കിനെ പ്രിവെന്റ് ചെയ്ത് കളയുന്നതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദെൻ പ്രൈമറി പ്രിവെൻഷൻ എന്തായിരുന്നു? പ്രൈമറി പ്രിവെൻഷൻ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറഞ്ഞതുപോലെ ഒരു രോഗം വരാതിരിക്കാൻ നോക്കുന്നത്. അതായത് നമ്മള് ആക്റ്റീവ് ഇമ്മ്യൂണൈസേഷൻസ് കൊടുക്കുക, പ്രൊഫിലാക്റ്റിക്കലി അല്ലെ. ഇപ്പൊ ഒരു സർജറിക്കൊക്കെ പോകുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ എന്ത് ചെയ്യും? പ്രൊഫിലാക്റ്റിക്കലി ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? സർജറി കഴിഞ്ഞിട്ടുള്ള ഒരു ചിലപ്പോൾ ഒരു എങ്ങനെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ അല്ലെ. അല്ലെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസിലൂടെ ഒക്കെ നമ്മൾ ആ ഒരു ഡിസീസിന്റെ ഡെവലപ്മെന്റിനെ പ്രിവെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ ഒരു ഹെൽത്ത് അവയർനെസ് ക്ലാസ്സസ് എല്ലാവർക്കും കൊടുത്തായിരുന്നു അല്ലെ, മാസ് മീഡിയ വഴി. അപ്പൊ എങ്ങനെയായിരുന്നു? അല്ലെ കയ്യകലം ഏകദേശം ഒരു 2 മീറ്റർ എങ്കിലും കയ്യകലം പാലിക്കണം, മാസ്ക് വെക്കണം, ഹാൻഡ് വാഷ് ചെയ്യണം, പുറത്തു പോയി കഴിഞ്ഞാൽ കുളിച്ചിട്ട് വേണം അകത്ത് കയറാൻ, അല്ലെങ്കിൽ എല്ലാവരെയും നമ്മൾ ഐസൊലേറ്റ് ചെയ്തായിരുന്നു. അതിനൊക്കെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്താന്ന് മനസ്സിലായില്ലേ? പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്കിനെ തന്നെ, ഒരു രോഗിക്ക് ഒരു രോഗം ഉണ്ടാവാനുള്ള റിസ്ക് തന്നെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് കളയും. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചാൻസ് ഇപ്പൊ ഒരു പേഷ്യന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, നമുക്ക് കൊറോണ വരാനുള്ള ചാൻസ് കിട്ടിയെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു, നമുക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതിനെയാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സക്സസ് ആയില്ല, പേഷ്യന്റിന്റെ രോഗം വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എത്രയും പെട്ടെന്ന് രോഗം കണ്ടുപിടിച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യും. അതിനെയാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോംപ്ലിക്കേഷൻ നമുക്ക് ട്രീറ്റ് ചെയ്യാനും പറ്റിയില്ല, കോംപ്ലിക്കേഷൻ വന്നു. അപ്പൊ ഇനി കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു അല്ലെ. റീഹാബിലിറ്റേഷൻ കൊടുക്കുന്നു. അത് സ്പിരിച്വൽ ആവാം, ഫിസിക്കൽ ആവാം, മെന്റൽ ആവാം, ഒക്കേഷണൽ ആവാം അല്ലെ.
അപ്പൊ അങ്ങനെ ഒരു റീഹാബിലിറ്റേഷൻ കൊടുക്കും. അതിനെയാണ് നമ്മൾ ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാനിപ്പോ പ്രിവെൻഷനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. സെക്കൻഡറി പ്രിവെൻഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡറി പ്രിവെൻഷൻ എന്തായിരുന്നു? ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആയിരുന്നു. റീഹാബിലിറ്റേഷൻ എന്തായിരുന്നു? ടെർഷ്യറി പ്രിവെൻഷൻ ആയിരുന്നു. സ്ക്രീനിങ് എന്തായിരുന്നു? പ്രൈമറി പ്രിവെൻഷൻ ആയിരുന്നു. അപ്പൊ റിസ്ക് ഫാക്ടർ എന്തായിരുന്നു? പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആയിരുന്നു. മനസ്സിലായോ? സ്ക്രീനിങ്, പ്രൈമറി പ്രിവെൻഷൻ, rehabilitation, tertiary prevention, early diagnosis and treatment, secondary prevention, and risk factor prevention, primordial prevention. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ ഏതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന്? ഓപ്ഷൻ സി, ഏർലി ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസീസ് വിച്ച് ആർ കോൺസ്റ്റന്റ്ലി പ്രസന്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു ഏരിയ എടുത്തു കഴിഞ്ഞാൽ ഏത് കാലത്ത് നമ്മൾ ചെന്ന് നോക്കിയാലും ആ ഒരു ഡിസീസ് കോൺസ്റ്റന്റ്ലി അവിടെ തന്നെ ഉണ്ടാവും. അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻഡമിക്. ആ പേര് കൊണ്ട് തന്നെ നമുക്കറിയാം. പാൻഡമിക് നമ്മൾ കൊറോണയുടെ സമയത്ത് നമ്മൾ കണ്ടതാണ് അല്ലെ. സൂണോട്ടിക് നമുക്കറിയാം, എപ്പിഡമിക് നമുക്കറിയാം. സോ എൻഡമിക് എന്ന് പറയുന്നത് വിത്തിൻ എ ഏരിയ, പ്രസൻസ് ഓഫ് ഡിസീസ് വിത്തിൻ ആൻ ഏരിയ എന്ന് പറയാം. എൻഡമിക് ഡിസീസ് എന്തായിരുന്നു? എ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ഡിസീസ് വിത്തിൻ എ ഏരിയ. ഒരു ഏരിയയിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ഡിസീസ് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡമിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is a non-modifiable risk factor for hypertension? അതായത് ഹൈപ്പർ ടെൻഷൻ നമുക്ക് 4 ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഒബ്ജക്റ്റീവ്സിൽ മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത റിസ്ക് ഫാക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒബേസിറ്റി നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലെ. അഡിക്വേറ്റ് ആയിട്ടുള്ള എക്സസൈസിലൂടെയും ഡയറ്റ് മാനേജ്മെന്റിലൂടെയും ഒബേസിറ്റി നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം അല്ലെ. സ്മോക്കിംഗ് അതും നമുക്ക് മോഡിഫൈ ചെയ്യാം. അവർക്ക് ഹെൽത്ത് അവയർനെസ് കൊടുക്കാം. അവരോട് പറയാം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ വല്ല ക്യാൻസറും വരും അല്ലെ, പെട്ടെന്ന് തന്നെ എക്സ്പയർഡ് ആയി പോവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പരിധി വരെ അവരെ കൊണ്ട് നമുക്ക് സ്മോക്കിങ്ങും നമുക്ക് എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്യാം. ഫിസിക്കൽ ആക്ടിവിറ്റിയും നമുക്ക് മോഡിഫൈ ചെയ്യാം അല്ലെ. അവരോട് പറയാം ഇങ്ങനെയല്ല, ഇച്ചിരിയും കൂടി നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, എക്സസൈസ് വേണം, എന്നാലാണ് ഹൈപ്പർ ടെൻഷൻ ശരിയാവുള്ളൂ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഇതിലത്തെ ഏതായിരുന്നു നോൺ മോഡിഫയബിൾ? ഏജ് അല്ലെ. ഒരിക്കലും ഒരു 55 വയസ്സുള്ള ഒരു വ്യക്തിനെ നമുക്ക് 45 വയസ്സിലോട്ടോ 15 വയസ്സിലോട്ടോ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. സോ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടർ ഓഫ് ഹൈപ്പർ ടെൻഷൻ 4 ഈ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കണം കേട്ടോ. അല്ലാതെ നിങ്ങളുടെ മനസ്സിലുള്ള ആൻസർ ഇവിടേക്ക് കൊണ്ടുവരരുത്. കൊടുത്തിരിക്കുന്നതിൽ ഏജ് മാത്രമേ ഉള്ളൂ. സോ ഏജ്. അടുത്തത്, the separation of a person with infectious disease from contact with other human beings for the period of communicability. അല്ലെ, ഇത് നമ്മൾ ആ കൊറോണയുടെ ടൈമിൽ എല്ലാരും കണ്ടതാണ്. അതിന് എന്താണ് നമ്മൾ പറയുന്നത്? ഐസൊലേഷൻ. ഒരു വ്യക്തി വേറൊരു ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് കോണ്ടാക്ട് വന്നു. അപ്പൊ അങ്ങനെ ഒരു കോണ്ടാക്ട് വന്നപ്പോ നമ്മൾ അയാൾക്ക് ആ ഒരു രോഗം വരാനുള്ള സമയം വരേക്കും അയാളെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ് ആ ഐസൊലേഷനിൽ നിന്ന് ആളെ മോചിപ്പിക്കുകയുള്ളൂ. സോ സെപ്പറേഷൻ ഓഫ് എ പേഴ്സൺ വിത്ത് ഇൻഫെക്ഷസ് ഡിസീസ് ഫ്രം കോണ്ടാക്ട് വിത്ത് അതർ ഹ്യൂമൻ ബീയിങ്സ് ഫോർ ദ പീരീഡ് ഓഫ് കമ്മ്യൂണിക്കബിലിറ്റി ഈസ് കോൾഡ് ആസ് ഐസൊലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് എ മെറ്റാബോളിക് ഡിസീസ്? ഈ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ മെറ്റാബോളിക് ഡിസീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മെറ്റാബോളിക് ഡിസീസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ മെറ്റാബോളിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം നമുക്ക് അതറിയണം അല്ലെ. മെറ്റാബോളിക് ഡിസീസ് എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇതിൽ നിന്നും മെറ്റാബോളിക് ഡിസീസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എഴുതിക്കോ, മെറ്റാബോളിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിസോർഡർ ആണ് അല്ലെ. ഒരു നമ്മുടെ വൈറ്റൽ മെക്കാനിസത്തിൽ ഉണ്ടാവുന്ന ഒരു ഡിസ്റപ്റ്റ് ആണ്. അതായത് ഇറ്റ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ വൈറ്റൽ മെക്കാനിസം ഈസ് ഡിസ്റപ്റ്റഡ് അല്ലെ. അവിടെ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട കെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ആഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കാതെ വരുമ്പോൾ അല്ലെ, കെമിക്കൽ റിയാക്ഷൻസ് ആഡിക്വേറ്റ് ആയിട്ടുള്ള രീതിയിൽ നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന രോഗമാണ് എന്ത്? മെറ്റാബോളിക് ഡിസീസ്. ഹൈപ്പർ ടെൻഷൻ, അൽഷിമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ് ഇതൊക്കെ അങ്ങനെയാണോ? അല്ല. പക്ഷെ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത് ഒരു മെറ്റാബോളിക് ഡിസീസ് ആണ്. കാരണം എന്താണ്? അവിടെ മെറ്റാബോളിസം തന്നെ അല്ലെ, മെറ്റാബോളിസം തന്നെ അവിടെ ഒരു ചേഞ്ചസ് വരാണ്. മെറ്റാബോളിസം തന്നെ ഒരു ചേഞ്ചസ് വരാണ് അല്ലെ, ഷുഗർ മെറ്റാബോളിസം അല്ലെ. അപ്പോ
ആ ഒരു ചേഞ്ചസ് വരുന്നതുകൊണ്ട് ഇതിലാകെ മെറ്റാബോളിക് ഡിസീസ് എന്ന് പറയുന്നത് ഡയബറ്റിക് മെലിറ്റസ് ആണ്. ഹൈപ്പർ ടെൻഷൻ ഒക്കെ അങ്ങനെയാണോ? ഹൈപ്പർ ലിപ്പിഡീമിയ കൊണ്ടും അല്ലെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്. പക്ഷെ മെറ്റാബോളിസം തന്നെ ചേഞ്ച് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ തന്നെ ചേഞ്ച് ചെയ്ത് വരുന്ന രോഗമാണ് ഡയബറ്റിക് മെലിറ്റസ്. അപ്പൊ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഇസ് എ മെറ്റാബോളിക് ഡിസീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ 4 ആകെ ഒരെണ്ണേ മെറ്റാബോളിക് ഡിസീസ് ഉള്ളൂ, ഡയബറ്റിക് മെലിറ്റസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ റെക്കമെൻഡഡ് സൈറ്റ് ഫോർ ഗിവിംഗ് ഇൻട്രാമസ്കുലാർ ഇൻജെക്ഷൻ ഫോർ ആൻ ഇൻഫാന്റ്. ഇൻഫാന്റില് ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഏത് സൈറ്റിൽ കൊടുക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഡെൽറ്റോയിഡ് മസിലില് നമ്മൾ കുഞ്ഞിപ്പിള്ളാരില് കയ്യില് ഡെൽറ്റോയിഡ് മസിലില് ഇൻട്രാമസ്കുലർ കൊടുക്കും. ഇൻട്രാമസ്കുലർ ഇൻജെക്ഷൻ വാക്സിനേഷന്റെ കാര്യമല്ല പറയുന്നത്, ഇൻട്രാമസ്കുലർ ഇൻജെക്ഷനെ കുറിച്ചാണ്. കുഞ്ഞിപ്പിള്ളാരിൽ ഡെൽറ്റോയിഡ് മസിൽ അല്ലെങ്കിൽ കയ്യിൽ കൊടുക്കും? ഇല്ല. വെൻട്രോഗ്ലൂട്ടിയൽ എപ്പോഴെങ്കിലും ബട്ടക്സിൽ കൊടുക്കണ കണ്ടിട്ടുണ്ടോ? ഇഞ്ചക്ഷൻ ഇൻഫാന്റിനിട്ട ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എപ്പോഴെങ്കിലും കൊടുക്കണുണ്ടോ? ഇല്ല. ഡോർസോഗ്ലൂട്ടിയൽ അതും ബട്ടക്സിന്റെ വേറൊരു ഭാഗമാണ്, അവിടെ കൊടുക്കും? ഇല്ല. സോ ആകെ ഒരു സൈറ്റ് യൂസ് ചെയ്യുന്നുള്ളൂ ഇൻഫാന്റിൽ ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, വാസ്റ്റസ് ലാറ്ററാലിസ് എന്ന് പറയും. വാസ്റ്റസ് ലാറ്ററാലിസ്, അതായത് നമ്മുടെ തൊടയുടെ സൈഡുകളിലുള്ള ഭാഗത്തിനെയാണ് ഈ വാസ്റ്റസ് ലാറ്ററാലിസ് എന്ന് പറയുന്നത്. സോ റെക്കമെൻഡഡ് സൈറ്റ് ഫോർ ഗിവിംഗ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, ഇഞ്ചക്ഷൻ ഫോർ ആൻ ഇൻഫാന്റ് എന്ന് പറയുന്നത് വാസ്റ്റസ് ലാറ്ററാലിസ്. ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ പറയണം. റെക്കമെൻഡഡ് സൈറ്റ് ഫോർ ഗിവിംഗ് ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷൻ എന്തായിരുന്നു? വാസ്റ്റസ് ലാറ്ററാലിസ്. ഇപ്പം ധൃതി പിടിച്ച് എഴുതിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ്സും കേൾക്കാൻ പറ്റില്ല, എഴുതിയെടുക്കാനും പറ്റില്ല. അപ്പൊ ആദ്യം ക്ലാസ് കേൾക്കാം, എന്നിട്ട് രണ്ടാമത് എഴുതിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാണ്ട് കിട്ടും, പഠിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കിട്ടും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഈസ് മെയിൻലി അക്യൂർഡ് ത്രൂ. ഒരു ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എങ്ങനെയാണ് കിട്ടുക, അല്ലെ എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഡിസീസ് വന്നതിന് ശേഷം, ഇപ്പൊ ചിക്കൻ ബോക്സ് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ബോക്സ് കുറച്ച് നാളത്തേക്ക് വരില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? പിന്നെ ചിക്കൻ ബോക്സ് വരില്ല അല്ലെ? ആ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ആ ഒരു പവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് എ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ? ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോളറ, പെർട്യൂസിസ്, റാബിസ്. ഇത് 3 പേരെ നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണ്? BCG. നിങ്ങളെല്ലാരും ഇടത്തെ കൈയിലെ അപ്പർ ആമിൽ ഒന്ന് നോക്കിയേക്ക്. ഒരു ബ്ലിസ്റ്റർ വന്ന് പൊട്ടിയൊരു ഭാഗമുണ്ട്, കണ്ടോ? അതെന്തുകൊണ്ടാ? പണ്ട് നമ്മുടെ കുഞ്ഞിലെ BCG തന്നതുകൊണ്ടാണ്. BCG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കും അവിടെ, അല്ലെ? ആ ഒരു കണ്ടോ ബ്ലിസ്റ്റർ വന്ന് പൊട്ടിയിരിക്കുന്നത്, എന്നിട്ടാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത്. സോ അപ്പൊ അത് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ലൈവ് ആയിട്ടുള്ള ഇത് കുത്തിവെക്കുന്നത് കൊണ്ടാണ്, അല്ലെ? ആ ഒരു ലൈവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ നമുക്ക് കുത്തിവെക്കുന്നത് കൊണ്ടാണ് അത് അവിടെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. സോ ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻ 4 പേരിൽ, ഈ കൊടുത്തിരിക്കുന്ന 4 പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതേതായിരുന്നു? BCG. അടുത്ത ക്വസ്റ്റ്യൻ. ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് റെപ്രസെന്റ്സ്. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇമാജിൻ ചെയ്തേക്കാം. ഫ്ലോട്ടിംഗ് ടിപ്പ് എന്താണ്? നമ്മൾ ടൈറ്റാനിക് പടം എല്ലാരും കണ്ടിട്ടില്ലേ? അപ്പൊ ടൈറ്റാനിക്കിൽ എങ്ങനെയായിരുന്നു? ടൈറ്റാനിക് മറിഞ്ഞതൊക്കെ എങ്ങനെയായിരുന്നു? അതായത് പുറത്തുനിന്ന് നോക്കിയപ്പോ വളരെ ചെറിയൊരു ഐസ് കട്ടിയാണ് അവർക്ക് കാണാൻ പറ്റിയത്. സോ അതിന്റെ അടിയിൽ വലിയൊരു മല തന്നെ ഉണ്ടായിരുന്നു, അല്ലെ? അപ്പൊ അത് ഇടിച്ച് തകരാണ് ചെയ്തത്. അപ്പൊ നമ്മളിപ്പോ ഫ്ലോട്ടിംഗ് ടിപ്പ് കൊണ്ട് മനസ്സിലാക്കുന്നത് എന്താണ്? ആ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ആ ഒരു ഭാഗത്തിനെ മാത്രമാണ് ഫ്ലോട്ടിംഗ് ടിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. താഴെ ഒരുപാട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വലിയൊരു മല തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു എക്സാമ്പിൾ എന്തിനെയാണ് പറയണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിനിക്കൽ കേസിനെയാണ്. ക്ലിനിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയഗ്നോസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ച കേസുകളെയാണ് ക്ലിനിക്കൽ കേസ് എന്ന് പറയുന്നത്. പക്ഷെ കണ്ടുപിടിക്കാത്ത രോഗങ്ങൾ, അല്ലെ? കണ്ടുപിടിക്കാത്തത് എന്ന് പറയുന്നത് ഒരു മലയോളം താഴെയുണ്ട്, അല്ലെ? ഈ വെള്ളത്തിനടിയിൽ താഴെയുണ്ട്. സോ ഈ 4 എന്താണ് ഫ്ലോട്ടിംഗ് ടിപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രീ സിംറ്റമാറ്റിക് കേസിനെ ഫ്ലോട്ടിംഗ് ടിപ്പ് എന്ന് പറയൂ. കാരണം പ്രീ സിംറ്റമാറ്റിക് ആണ്, സിംറ്റംസ് നമുക്ക് കണ്ടിട്ടില്ല, കാണാൻ കഴിയുന്നില്ല, അത് താഴെ വന്നു, വെള്ളത്തിന്റെ താഴെ വന്നു. ദെൻ ഇൻ അപ്പാരന്റ് കേസിനെ നമ്മൾ പറയൂ? ഒരിക്കലും ഇല്ല. ദെൻ ലാറ്റന്റ് കേസിനെ നമ്മൾ പറയും? നോ. സോ
പ്രീ സിംറ്റം സോ ക്ലിനിക്കൽ കേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഫ്ലോട്ടിംഗ് ടിപ്പ് ഓഫ് ഐസ്ബർഗ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ദ അപ്ലിക്കേഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റീവ് മെഷേഴ്സ് ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ദ ഡിസ്ചാർജ് ഓഫ് ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ഫ്രം ദി ബോഡി ഓഫ് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. അല്ലെ, അതായത് ഇത് എന്താണ് ക്വസ്റ്റ്യൻ അപ്ലിക്കേഷൻ ഓഫ് ഡിസ്ഇൻഫെക്റ്റീവ് മെഷേഴ്സ് അല്ലെ, ഒരു ഒരു അണുനാശിനി നമ്മൾ ഉപയോഗിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒരു രോഗിയിൽ നിന്നും ഒരു ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് വന്ന ഉടനെ തന്നെ നമ്മൾ അത് വൈപ്പ് ഔട്ട് ചെയ്ത് അത് ഡിസ്ഇൻഫെക്ട് ചെയ്ത് കളയുന്നതിനെ നമ്മൾ എന്ത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ അല്ലെ, കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ. അതായത് ആ പേഷ്യന്റ് ആ റൂമിൽ അഡ്മിറ്റ് ആയിരിക്കും, പക്ഷെ ഇടവിട്ട് നമുക്ക് വരുന്ന ഡിസ്ചാർജസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ഇൻഫെക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് നമ്മൾ കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യന്റ് ഇൻഫെക്റ്റഡ് വൂണ്ട് ആയിട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഡയബറ്റിക് വൂണ്ട്, ഇൻഫെക്റ്റഡ് ഡയബറ്റിക് വൂണ്ട് ഫുഡായിട്ടൊക്കെ കിടക്കുന്ന ഒരു പേഷ്യന്റിന് നമ്മൾ ഡെയിലി ഡ്രസ്സിങ് കൊടുക്കുമ്പോൾ അല്ലെ ഡിസ്ഇൻഫെക്റ്റീവ് യൂസ് ചെയ്യുന്നില്ലേ? ഇല്ലേ? അതായത് നമ്മൾ നോർമസലൈൻ ഒരു പരിധിവരെ ഒരു ഡിസ്ഇൻഫെക്റ്റീവ് ആണ്, കാരണം എന്താണ്? അതിൽ സോൾട്ട് ഉള്ളത് കൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ ബിറ്റാഡിൻ ഇപ്പൊ യൂസ് ചെയ്യില്ല, കാരണം എന്താ? ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ ബിറ്റാഡിൻ യൂസ് ചെയ്യാറില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മള് നമ്മുടെ ആന്റിബയോട്ടിക് ക്രീംസ് അല്ലെ, ഇതെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഡിസ്ചാർജ് വന്ന ഉടനെ നമ്മൾ ഡിസ്ഇൻഫെക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയാം. അതിന് പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകണമെന്നില്ല, പേഷ്യന്റ് കിടക്കുമ്പോൾ തന്നെ ഇടവിട്ടുള്ള ഡിസ്ഇൻഫെക്ഷനെയാണ് നമ്മൾ കൺകറന്റ് ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following method is used to treat human anatomical waste? ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴുണ്ടാവുന്ന പ്ലാസന്റ, അല്ലെങ്കിൽ മിസ്ഡ് അബോർഷനും, അല്ലെങ്കിൽ നമ്മുടെ ടെർമിനേഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവുന്ന ഫീറ്റൽ പാർട്സ്, അല്ലെങ്കിൽ സർജറിക്ക് ശേഷം വരുന്ന ആംപുറ്റേറ്റഡ് പാർട്സ്, ഇങ്ങനെയുള്ള ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസ്കാർഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും? ഇൻസിനറേഷൻ ചെയ്യും അല്ലെ, നമ്മളത് ഇൻസിനറേറ്റ് ചെയ്ത് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത്, ഇൻസിനറേഷൻ ചെയ്യും. ഓക്കെ, അടുത്തത് ഷിക് ടെസ്റ്റ്. ഷിക് ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫ്തീരിയ മനസ്സിൽ വന്നു അല്ലെ, അപ്പൊ നമുക്കത് അങ്ങനെ നമ്മുടെ തലയിലുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഷിക് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഷിക് ടെസ്റ്റ് യൂസ് ചെയ്തത് ഡിഫ്തീരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഓഫ് ആൻസൈലോസ്റ്റോമിയാസിസ്. ആൻസൈലോസ്റ്റോമിയാസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസൈലോസ്റ്റോമിയാസിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നു? 4 ഓപ്ഷൻസ് അല്ലെ, 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് മെബൻഡാസോൾ ആണ്. സോ ആൻസൈലോസ്റ്റോമിയാസിസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതൊരു വേം ഇൻഫെസ്റ്റേഷൻ ആണ് അല്ലെ. അതൊരു എഴുതി വെച്ചോ, സൈഡിലായിട്ട് എഴുതി വെച്ചോ. ആൻസൈലോസ്റ്റോമിയാസിസ് ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ഹുക്ക് വേം അല്ലെ. ഇങ്ങനെ ഹുക്ക് പോലെ ഇരിക്കുന്ന, കുക്കില്ലേ നമ്മുടെ ഇങ്ങനെ ബ്ലൗസിന്റെ ഒക്കെ കുക്ക് പോലെ ഇരിക്കുന്ന വേമിനെയാണ് നമ്മൾ ഹുക്ക്, HOOK, ഹുക്ക് വേം എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു വേം ഇൻഫെസ്റ്റേഷൻ ആണെന്ന് പറഞ്ഞ് നമ്മൾ ആൻസൈലോസ്റ്റോമിയാസിസ് എന്ന് പറയുന്ന ഒരു വേം ഇൻഫെസ്റ്റേഷൻ ആണ്. ഇറ്റ്സ് കോസ്ഡ് ബൈ ഹുക്ക് വേം ആണ്, ഹുക്ക് വേം. ഓക്കെ, ഹുക്ക് വേം കോസ് ചെയ്യുന്ന ഒരു വിരശല്യത്തിനെയാണ് നമ്മൾ ആൻസൈലോസ്റ്റോമിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അതിനുള്ള ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരുന്നു? മെബൻഡാസോൾ. മരുന്ന് കൊടുക്കുക, മെബൻഡാസോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയാണ്. ദ മെയിൻ വെക്ടർ ഓഫ് ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവറിന്റെ വെക്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ഈഡിസ് ഈജിപ്റ്റി. ഈഡിസ് ഈജിപ്റ്റി ആണ് എന്തുണ്ടാക്കുന്നത്? ഡെങ്കി ഫീവർ ഉണ്ടാക്കുന്നത്. ഡെങ്കി ഫീവറിന്റെ വെക്ടർ ആരായിരുന്നു? ഈഡിസ് ഈജിപ്റ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ദ സേഫ് ആൻഡ് ഇഫക്റ്റീവ് ഡ്രഗ് അഗെയിൻസ്റ്റ് ഫൈലേറിയാസിസ്. ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് അല്ലെങ്കിൽ മീൻസ് നമ്മളുടെ ഈ ഇത് കണ്ടിട്ടില്ലേ നിങ്ങൾ, മന്ദരോഗം. ഓക്കെ, അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? എലിഫന്റിയാസിസ് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് എന്ന് പറയും. അപ്പൊ അതിന് കൊടുക്കുന്ന ഒരു ഡ്രഗ് ചോയ്സ്, ഡ്രഗ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡൈഇഥൈൽ കാർബമസിൻ സിട്രേറ്റ് അല്ലെ.
ഫൈലേറിയാസിസ് എന്ന് ചോദിച്ചാലും നിങ്ങൾ ഡൈഈഥൈൽ കാർബാമസിൻ സിട്രേറ്റ് എടുക്കണം. ഇനി ഫൈലേറിയാസിസിന്റെ മറ്റൊരു പേരാണ് എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനക്കാല് എന്നൊക്കെ പറയും. അതായത് ഇങ്ങനെ നല്ല വണ്ണായിരിക്കും കാലുകൾക്ക്. സോ ഫൈലേറിയാസിസ് ഈസ് ഓൾസോ നോൺ ആസ് എലിഫന്റിയാസിസ്. ഡ്രഗ് ഓഫ് ചോയ്സ് എന്തായിരുന്നു? ഡൈഈഥൈൽ കാർബാമസിൻ സിട്രേറ്റ്. ഡൈഈഥൈൽ കാർബാമസിൻ സിട്രേറ്റ്. ഓക്കെ, എന്താണ് മന്ദിനി ആട്ടോ ഈ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, പാപ് സ്മിയർ എക്സാമിനേഷൻ. പാപ് സ്മിയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെർവിക്കൽ ക്യാൻസറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇതാണ്. ഇപ്പൊ കമ്മ്യൂണിറ്റിയിലൊക്കെ പാപ് സ്മിയർ ഇപ്പൊ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെർവിക്കൽ ക്യാൻസറിന്റെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം, കമ്മ്യൂണിറ്റിയിൽ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? സെർവിക്കൽ ക്യാൻസർ ഏർലി ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ സെർവിക്കൽ ക്യാൻസർ ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പാപ് സ്മിയർ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് പാപ് സ്മിയർ എടുക്കുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയബറ്റിക് മെലിറ്റസ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റിക് മെലിറ്റസ് നമുക്ക് ഒരുപാട് ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടൈപ്പ് 1 പഠിച്ചിട്ടുണ്ട്, ടൈപ്പ് 2 പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ജുവനൈലിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലെ തന്നെ ആന്റിനേറ്റൽ അല്ലെങ്കിൽ മെറ്റേണൽ ടൈമിൽ വരുന്നത് പഠിച്ചിട്ടുണ്ട്. ജെസ്റ്റാഷണൽ ഡയബറ്റീസ് പഠിച്ചിട്ടുണ്ട്, സെക്കൻഡറി ഡയബറ്റീസ്, അങ്ങനെ ഒരുപാട് ഡയബറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ദ ക്വസ്റ്റ്യൻ ഡി, നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ്. എന്ന് വെച്ചാൽ എന്താ? ഇൻസുലിൻ പാൻക്രിയാസ് ആവശ്യത്തിലധികം ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ ഇൻക്രീസ്ഡ് ടിഷ്യൂ റെസിസ്റ്റൻസ് അല്ലെ? ടിഷ്യൂക്ക് ഇൻസുലിൻ വരുമ്പോൾ മൈൻഡ് അടിക്കില്ല. സോ ആ ഒരു ടൈപ്പാണ് കോമൺ ആയിട്ടുള്ള ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുന്നത്. കോമൺ ടൈപ്പ് എന്തായിരുന്നു? നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ്. ഇൻസുലിൻ ഡിപെൻഡ് ചെയ്യുന്നില്ല. ഇൻസുലിൻ ആഡ്വക്കേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നീഡഡ് ആയിട്ടുള്ള ഇൻസുലിൻ പാൻക്രിയാസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഹിയർ എന്താണ് ഉണ്ടാവുന്നത്? ഇൻക്രീസ്ഡ് ടിഷ്യൂ റെസിസ്റ്റൻസ്. ഓക്കെ, സോ നോൺ ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റിക് മെലിറ്റസ് ആണ് ഏറ്റവും കോമൺ, മോസ്റ്റ് കോമൺ ടൈപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ദ കറക്റ്റ് റേഷ്യോ ഓഫ് ചെസ്റ്റ് കംപ്രഷൻ ടു എൻഷുർ ബ്രീത്ത് ഫോർ യൂസ് ഇൻ CPR ഓഫ് എൻ അഡൽട്ട് കാഷ്വാലിറ്റി? ഇത്രയേ ഉള്ളൂ. ഒരു അഡൽട്ടിന് എന്ത് വന്നു? കാർഡിയക് അറസ്റ്റ് വന്നു. അപ്പൊ നമ്മൾ എത്ര ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കണം? എത്ര റേഷ്യോ ആണ് കംപ്രഷനും ബ്രീത്തും തമ്മിലുള്ള എത്ര റേഷ്യോ ആണെന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 13:2 ആണ് റേഷ്യോ. എത്രയായിരുന്നു? 13:2. 30 കംപ്രഷന് 2 ബ്രീത്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ എത്രണ്ണം കൊടുക്കും? 5 സൈക്കിൾ വരേക്കും കൊടുക്കും അല്ലെ? സോ 13:2 കറക്റ്റ് ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് ബ്രീത്ത് റേഷ്യോ എന്ന് പറയുന്നത് 13:2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, what steps would you take to control bleeding from nosebleed? അല്ലെ, ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ്, നോസ് ബ്ലീഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മൾ ആ നോസ് ബ്ലീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? പേഷ്യന്റിനോട് നമ്മൾ പറയും അല്ലെ, അല്ലെ, നമ്മൾ നോക്കിക്കേ, സിറ്റ് കാഷ്വാലിറ്റി ഡൗൺ, ഇരിക്കാൻ പറയും. ഓക്കെ, ദെൻ ലേൺ ഫോർവേഡ്, മുന്നിലോട്ട് ആഞ്ഞ് മൂക്ക് പൊത്തി പിടിക്കാൻ പറയും. ഓക്കെ, മനസ്സിലായോ? ഇരുന്നിട്ട് മുന്നിലേക്ക് ലേൺ ചെയ്ത് എന്ത് ചെയ്യും? മൂക്ക് പൊത്തി പിടിച്ചിങ്ങനെ ഇരിക്കാൻ പറയും. സോ അതാണ് ഒരു പരിധിവരെ നോസ് ബ്ലീഡ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു മെഷേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന മെഷർ. ഓക്കെ, ബാക്കിയൊക്കെ നോക്കിക്കേ, ബാക്ക്വേർഡ് ആൻഡ് പിഞ്ച് നോസ് അല്ലെ? ബാക്കി ബി എന്താന്ന് നോക്കിക്കേ, ഇരിക്കാൻ പറയുന്നു ആൻഡ് ബാക്കിലോട്ട് ഇങ്ങനെ തല ഇങ്ങനെ ആക്കിയിട്ട് പിഞ്ച് നോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത്? അപ്പോഴും ബ്ലീഡ് മാറുമോ? വായിക്കൂടെ അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്യും അല്ലെ? അതുപോലെ തന്നെ ദെൻ അടുത്തത് പറഞ്ഞേക്കാണ്, പിഞ്ച് സോഫ്റ്റ് പാർട്ട് ഓഫ് ദി നോസ്. സോഫ്റ്റ് പാർട്ട് ഓഫ് ദി നോസ് പിഞ്ച് ചെയ്തിരിക്കുക അല്ലെ? ചുമ്മാ, എന്നാലും ബ്ലീഡ് അവിടെ നടന്നോളും. ഓക്കെ, പിന്നെന്താണ്? കാഷ്വാലിറ്റി, ആ ഒരു ആളെ കിടത്ത, അപ്പോഴും എന്തുണ്ടാവുന്നു? ആസ്പിറേറ്റ് ചെയ്യും. സോ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിനെ ഇരുത്തുന്നു, മുന്നിലേക്ക് കുനിഞ്ഞിരുത്തുന്നു, ദെൻ നോസ് നല്ല ടൈറ്റ് ആയിട്ട് പിഞ്ച് ചെയ്ത് പിടിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, coronary artery disease which is relieved by rest and nitroglycerin.
അല്ലെ? ഈ ഒരു കൊറോണറി ആർട്ടറി ഡിസീസ് പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഒരു കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ട്. ഓക്കെ, അത് നൈട്രോഗ്ലിസറിനും ആഡിക്വേറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് റിലീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈം എന്താണ്, കൊറോണറി ആർട്ടറി ഡിസീസ് ആണ് പേഷ്യന്റ്, കൊറോണറി ആർട്ടറി ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് എന്താണ് വരാൻ പോകുന്നത്? മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണ്. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒരു പരിധി വരെ കഴിഞ്ഞു കഴിഞ്ഞാൽ വരും. പക്ഷെ മയോകാർഡിയൽ ഇൻഫാക്ഷൻ നമ്മൾ നൈട്രോഗ്ലിസറിൻ അപ്പൊ കൊടുക്കുവോ? ഇല്ല. കാർഡിയക് അറിത്മിയാസിന് നൈട്രോഗ്ലിസറിൻ നമ്മൾ കൊടുക്കും. നൈട്രോഗ്ലിസറിൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും വാസോ ഡൈലേഷന് വേണ്ടിയിട്ടും കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് നൈട്രോഗ്ലിസറിൻ. അത് എപ്പോഴാണ് അത് കൊടുക്കുന്നത്? ആൻജൈന പെക്ടോറിസ്, അല്ലെ? ആൻജൈന പെക്ടോറിസ്, ആൻജൈന പെക്ടോറിസ്. ഇപ്പൊ കൊറോണറി ആർട്ടറി ഡിസീസ് വിച്ച് ഈസ് റിലീവ്ഡ് ബൈ റെസ്റ്റ് ആൻഡ് നൈട്രോഗ്ലിസറിൻ. റെസ്റ്റും നൈട്രോഗ്ലിസറിനും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന കൊറോണറി ആർട്ടറി ഡിസീസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആൻജൈന പെക്ടോറിസ്. അടുത്ത ക്വസ്റ്റ്യൻ. ASHA scheme is associated with, ആശാ സ്കീം is associated with എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ടാണ് ഈ ആശാ സ്കീം വന്നത് കേട്ടോ. ആശാ സ്കീം is associated with നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ആശാ സ്കീം is associated with നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. At the village level, the basic unit of the system of Panchayat Raj. വില്ലേജ് ലെവലിലെ ബേസിക് യൂണിറ്റ് ഓഫ് ദി പഞ്ചായത്ത് രാജ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഗ്രാമസഭ. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ബേസിക് യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് ഈസ് ഗ്രാമസഭ. എന്തായിരുന്നു? ബേസിക് യൂണിറ്റ് ഓഫ് പഞ്ചായത്ത് രാജ് ഈസ് ഗ്രാമസഭ. അടുത്തത്, ദ മോസ്റ്റ് പെരിഫറൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു? സബ് സെന്റർ, അല്ലെ? സബ് സെന്റർ ആണ് പിന്നെ അത് പ്രൈമറി ഹെൽത്ത് സെന്റർ ആവുന്നത്. പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആവുന്നത്, അല്ലെ? അറിയാലോ. അപ്പൊ ഏറ്റവും സബ് സെന്റർ ആണ് എന്ത്? പെരിഫറൽ ഹെൽത്ത് ഫെസിലിറ്റി. ഏറ്റവും മോസ്റ്റ് ആയിട്ടുള്ള പെരിഫറൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് സബ് സെന്റർ ആണ്. അടുത്തത്, ദ റെക്കോർഡ് വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ gathered over a period of time in respect of each patient in different situation. ഇതൊരു റെക്കോർഡാണ്. അതിൽ കുറച്ച് ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ഒരു നിശ്ചിത ടൈമിൽ കളക്ട് ചെയ്ത ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അതെന്തിനാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു നിശ്ചിത ടൈമിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിശ്ചിത ടൈമിൽ എടുത്ത ഒരു ഇൻഫോർമേഷൻസ് ആവും. ആ ഒരു റെക്കോർഡിന് പറയുന്ന പേരാണ് ചോദിച്ചിരിക്കുന്നത് cumulative record. Cumulative record is a record which contain information gathered over a period of time in respect of each patient in different situation. അല്ലെ? ഡിഫറെന്റ് സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഷ്യന്റിനെ കുറിച്ച് ഒരു നിശ്ചിത ടൈമിൽ കളക്ട് ചെയ്ത ആ ഒരു റെക്കോർഡിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഗോൾ ഓഫ് മിഷൻ ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷിന്റെ ഗോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടു വാക്സിൻ ഓൾ അണ്ടർ 5, അല്ലെ? ഈ അടുത്ത് നമ്മൾ ഇപ്പൊ ഇന്ദ്രധനുഷിന്റെ അണ്ടറിലാണ് എല്ലാ പിള്ളേർക്കും വാക്സിൻ കൊടുക്കുന്നത്. വാക്സിൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എല്ലാ പിള്ളേർക്കും, എല്ലാ അണ്ടർ 5നും വാക്സിൻ ഉറപ്പ് വരുത്തുക. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ആശാവർക്കർ വിളിച്ചിട്ട് പോകുക, അല്ലെ? സോ ഇന്ദ്രധനുഷിന്റെ ഗോൾ എന്ന് പറയുന്നത് വാക്സിൻ ഓൾ അണ്ടർ 5. കേൾക്കുമ്പോ തന്നെ വിചാരിച്ചോണം ഇന്ദ്രധനുഷ്, വാക്സിൻ ഓൾ അണ്ടർ 5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is one-way communication? One-way communication. ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് one-way communication എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെക്ചർ, വർക്ക്ഷോപ്പ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, പാനൽ ഡിസ്കഷൻ. എന്താണ്? വർക്ക്ഷോപ്പിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതാണ്. ഗ്രൂപ്പ് ഡിസ്കഷനോ തന്നെ, പാനൽ ഡിസ്കഷനോ തന്നെ. ലെക്ചർ, അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഞാൻ ലെക്ചർ ചെയ്യുന്നില്ലേ. സോ ദ വൺ ഓഫ് ദി one-way communication, lecture. Okay. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ് ക്വസ്റ്റ്യൻ. ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ന്യൂ ബോൺ. ന്യൂ ബോണിന്റെ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇൻഫാന്റോമീറ്റർ. ഇൻഫാന്റോമീറ്റർ. ദ ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ലെങ്ത് ഓഫ് ന്യൂ ബോൺ ഈസ് കോൾഡ് ഇൻഫാന്റോമീറ്റർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിഫാക്ട് വിച്ച് പ്രൊഡ്യൂസ്
protrudes meninges and spinal cord through the hole in the back. അല്ലെ, പുറത്തെ നമ്മുടെ വെർട്ടിബ്രയുടെ അതിന്റെ ഉള്ളിൽ കൂടെ മെനിഞ്ചസും അതുപോലെ തന്നെ സ്പൈനൽ കോഡും പുറത്തേക്ക് ഇങ്ങനെ തള്ളി ഒരു പൗച്ച് പോലെ വന്ന് നിൽക്കും. ആ ഒരു രോഗത്തിന് നമ്മൾ എന്ത് പറയും? മൈലോ മെനിഞ്ചോസീൽ. മെനിഞ്ചോസീൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി അത് ആൻസർ ചെയ്യരുത്, കാരണം അവിടെ മെനിഞ്ചസ് മാത്രമല്ല സ്പൈനൽ കോഡും കൂടി ഉണ്ട്. കണ്ടോ, മെനിഞ്ചസ് ആൻഡ് സ്പൈനൽ കോഡ്. മെനിഞ്ചസും സ്പൈനൽ കോഡും രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതാണ് മൈലോ മെനിഞ്ചോസീൽ. മനസ്സിലായോ? മൈലോ മെനിഞ്ചോസീൽ. ഹിയർ എന്തായാലും എന്തൊക്കെയും വരും? മെനിഞ്ചസ് ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സർജറി ടു കറക്റ്റ് അൺഡിസെൻഡഡ് ടെസ്റ്റിസ്. നമുക്കറിയാം കുഞ്ഞി പിള്ളേരിലെ അല്ലെ, ന്യൂ ബോൺസ് മെയിൽ ബേബീസിലെ ആഫ്റ്റർ ബർത്ത് ആണ് ഈ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ബിഫോർ ബർത്ത്, അതായത് ഡെലിവറിക്ക് തൊട്ട് മുമ്പാണ് ഈ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇൻ സർട്ടൻ കണ്ടീഷൻസിൽ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യില്ല. അപ്പൊ ആ ടെസ്റ്റിസ് ഡിസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സർജറി കുഞ്ഞു പിള്ളേരിൽ നടത്തും. ആ സർജറി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓർക്കിയോപെക്സി. ആ സർജറി ഏതായിരുന്നു? ഓർക്കിയോപെക്സി. Orchiopexy is a surgery used to correct undescended testes. എന്തായിരുന്നു? Orchiopexy is a surgery to correct undescended testes. Okay, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് വിത്ത് എ ബർത്ത് ഡിഫക്റ്റ്. ഇതെന്ന് പറയുന്ന ഒരു ബർത്ത് ഡിഫക്റ്റ് ആണ്. ഇൻ വിച്ച് ദ ഓപ്പണിംഗ് ഓഫ് യുറേത്ര, അല്ലെ, യുറേത്ര എന്തുണ്ടാവുന്നു? ഈസ് ഓൺ ദി അണ്ടർ സൈഡ് ഓഫ് ദി പെനീസ്. അല്ലെ, ഇതൊരു ബർത്ത് ഡിഫക്റ്റ് ആണ്. ശരിക്കും പെനീസിന്റെ ഹെഡിലാണ്, അല്ലെ, ആ ഒരു ഹെഡ് അല്ലെങ്കിൽ ഗ്ലാൻസ് പെനിസിലാണ് യുറേത്രൽ ഓപ്പണിംഗ് വരുന്നത്. പക്ഷെ ഈ ഒരു കണ്ടീഷനിൽ പെനിസിന്റെ താഴെയായിട്ട് വരും. അപ്പൊ ഒന്നെങ്കിൽ ഹെഡിന്റെ താഴെ വരാം, അല്ലെങ്കിൽ മിഡിൽ പാർട്ടിന്റെ താഴെ വരാം, അല്ലെങ്കിൽ റൂട്ടിന്റെ താഴെ വരാം. അപ്പൊ ഇങ്ങനെ ആ ഒരു ബർത്ത് ഡിഫക്റ്റിനെ എന്താണ് പറയണത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നു? ഓപ്ഷൻ എ, ഹൈപ്പോസ്പാഡിയാസിസ്. ഓപ്ഷൻ എ, ഹൈപ്പോസ്പാഡിയാസിസ്. എപ്പിസ്പാഡിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മോളിലെ, അല്ലെ, ആ ഒരു മോൺസ് ബേബീസിന്റെ ആ ഭാഗത്ത് വരുന്നതിനെയാണ് എപ്പിസ്പാഡിയാസിസ് എന്ന് പറയുന്നത്. ഇതെന്തായിരുന്നു? ഹൈപ്പോസ്പാഡിയാസിസ് ഈസ് എ ബർത്ത് ഡിഫക്റ്റ് ഇൻ വിച്ച് ദ ഓപ്പണിംഗ് ഓഫ് ദി യുറേത്ര ഈസ് ഓൺ ദി അണ്ടർ സൈഡ് ഓഫ് ദി പെനിസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇജക്ഷൻ ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ എന്തായിരുന്നു? ഓക്സിറ്റോസിൻ. ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇജക്ഷൻ ഓഫ് മിൽക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് അല്ല, ഇജക്ഷൻ, അല്ലെ, ബ്രസ്റ്റിൽ നിന്നും പുറത്തേക്ക് ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊലാക്റ്റിൻ കണ്ട് തെറ്റിദ്ധരിക്കരുത്. ദ ഹോർമോൺ വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇജക്ഷൻ ഓഫ് മിൽക്ക്, ദാറ്റ് ഈസ് ഓക്സിറ്റോസിൻ. അടുത്ത ക്വസ്റ്റ്യൻ. BFHI was launched in the year. BFHI ലോഞ്ച് ചെയ്തിരിക്കുന്ന വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, 1992. BFHI was launched in the year 1992. Okay, അടുത്ത ക്വസ്റ്റ്യൻ. The hormone secreted from the developing ovarian follicle. Ovarian follicle നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? ഈസ്ട്രോജൻ, അല്ലെ. The hormone secreted from the developing ovarian follicle is estrogen. Estrogen is a hormone produced by developing ovarian follicle. Okay, അടുത്ത ക്വസ്റ്റ്യൻ. The rupture of the mature follicle and release of secondary oocyte, അല്ലെ, ഒരു മെച്യൂർ ആയിട്ടുള്ള ഫോളിക്കിള് റപ്ചർ ചെയ്ത് അതിൽ നിന്നും ഓവം പുറത്തേക്ക് വരുന്നത് ഏകദേശം 14 തുടങ്ങി 28 ദിവസത്തിന്റെ ഇടയിലാണ്. oocyte on day 14 in a 28 days cycle, അല്ലെ. 28 ദിവസത്തിലെ ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ 28 ദിവസത്തിന്റെ ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിലത്തെ 14ാമത്തെ ദിവസം ഈ ഓവം പുറത്തേക്ക് വരും. ഓക്കെ, ആ ഒരു ഇതിനെ നമ്മൾ എന്ത് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്? ഓവുലേഷൻ. മനസ്സിലായോ? ഓവുലേഷൻ. അപ്പൊ എന്തായിരുന്നു? ഇറ്റ്സ് എ റപ്ചർ ഓഫ് എ മെച്യൂർ ഫോളിക്കിൾ ആൻഡ് റിലീസ് ഓഫ് oocyte അറ്റ് ദ ഡേ ഓഫ് 14 ഇൻ എ 28 ഡേ സൈക്കിൾ, അല്ലെ. 28 ദിവസം ഉള്ള ഒരു മെൻസ്ട്രുവേഷൻ സൈക്കിളിൽ 14ാമത്തെ ദിവസം ഓവം പുറത്തു വരുന്നതിനെ എന്ത് പറയും? ഓവുലേഷൻ എന്ന് പറയും. ഓക്കെ, enlargement of mammary tissue in male, അല്ലെ, മെയിൽ
എന്ന് വെച്ചാൽ എന്താ, ആണുങ്ങളിൽ ഉണ്ടാവുന്ന മാമറി ടിഷ്യൂസിന്റെ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ബ്രസ്റ്റ് ഡെവലപ്മെന്റിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ഗൈനക്കോമാസ്റ്റിയ അല്ലെ. ഗൈനക്കോമാസ്റ്റിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്നോർമൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഇൻ മെയിൽസ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സിറോസിസ് ഓഫ് ലിവർ ഒക്കെ ഉള്ള പേഷ്യൻസിന് ഭയങ്കരമായിട്ട് എന്ത് മാമറി ഡെവലപ്മെന്റ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയും ഗൈനക്കോമാസ്റ്റിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ഫങ്ഷണൽ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഈസ് കോൾഡ്. എന്താണ് ഫങ്ഷണൽ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ? ഇനി നമ്മൾ എന്ത് പറയും? ഡെവലപ്മെന്റ് അല്ലെ. നമ്മൾ ഡെവലപ്മെന്റ് നമ്മളുടെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ചേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫങ്ഷണൽ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെവലപ്മെന്റ് അല്ലെ. സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഒന്നും അല്ലാതെ നമുക്ക് ശരീരവും നമുക്ക് ഫങ്ഷണൽ ആയിട്ടുള്ളതും നമുക്ക് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള മെച്ചുറേഷൻ, ഓക്കെ, കറക്റ്റ് ടൈമിൽ പ്യൂബേർട്ടി ഒക്കെ അച്ചീവ് ചെയ്യുന്നത്, ആ ഒരു ഇതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. The process of functional physiological maturation is called development. അടുത്ത ക്വസ്റ്റ്യൻ, the period from dash to dash is called embryo. എംബ്രിയോ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എത്ര ദിവസം തുടങ്ങി എത്ര ദിവസം വരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. 14 ദിവസം തുടങ്ങി 8 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു പീരീഡ് ആണ് എംബ്രിയോണിക് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. ദ എംബ്രിയോണിക് പീരീഡ് ഈസ് എക്സ്റ്റെൻഡ് ഫ്രം 14th day to 8 weeks അല്ലെ. അതായത് ഏകദേശം 14ാമത്തെ ദിവസം തുടങ്ങി 8 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ആ ഒരു പീരീഡ് ആണ് എംബ്രിയോണിക് പീരീഡ്. ഓക്കെ, അത് ആ ഒരു കുഞ്ഞ് എംബ്രിയോ ആയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൈറ്റ് ഡബിൾസ് അറ്റ് ദ ഏജ്. കുട്ടിയുടെ ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ് ഡബിൾ ചെയ്യുന്നത് എത്രാമത്തെ ഏജിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രാമത്തെ ഏജിലാണ്? 4 വയസ്സാവുമ്പോ. 4 വയസ്സാവുമ്പോഴാണ് ഹൈറ്റ് ഡബിൾസ് ചെയ്യുന്നത്. ഓക്കെ, ഹൈറ്റ് ഡബിൾസ് അറ്റ് ദ ഏജ് ഓഫ് 4 ഇയേഴ്സിലാണ് ഹൈറ്റ് ഡബിൾ ചെയ്യുന്നത്. ജനിച്ച ഹൈറ്റ് ഡബിൾ ചെയ്യുന്നത് ഡബിൾസ് അറ്റ് ദ ഏജ് ഓഫ് 4. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ, ദ പീരീഡ് ഫ്രം 0 to 28 days of life അല്ലെ. കുട്ടി ജനിച്ച അറ്റ് ബർത്ത് തുടങ്ങി 28 ദിവസം വരേക്കും എന്താണ് വിളിക്കുന്നത്? നിയോനേറ്റൽ പീരീഡ് അല്ലെ. നിയോനേറ്റൽ, പുതിയതായിട്ട് വന്ന ആ ഒരു പീരീഡ് നിയോനേറ്റൽ പീരീഡ്. ഫ്രം ബർത്ത് ടു 28 days അല്ലെങ്കിൽ 0 to 28 days എന്ന് നമുക്ക് പറയാം നിയോനേറ്റൽ പീരീഡ്. Then fertilization of ovum usually takes place in, എവിടെ വെച്ചിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ, ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നത് അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഓവം നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ ഏകദേശം 2 ദിവസത്തോളം നിൽക്കും അല്ലെ. ഇപ്പൊ സ്പേം വരാണെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നു, ഇപ്പൊ സ്പേം വരില്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നു? അത് ഡീജനറേറ്റ് ചെയ്ത് അങ്ങ് പോകുന്നു. ഓക്കെ, സോ ഫെർട്ടിലൈസേഷൻ ഓഫ് ഓവം ടേക്കിംഗ് പ്ലേസ് എവിടെ വെച്ചായിരുന്നു? ഫെലോപ്പിയൻ ട്യൂബ്സ്, ഇൻ ഫെലോപ്പിയൻ ട്യൂബ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ്സ് ബ്രസ്റ്റ് ടു പ്രിപ്പയർ ഫോർ ലാക്ടേഷൻ. ലാക്ടേഷന് വേണ്ടിയിട്ട് ബ്രസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായിരുന്നു എന്ത്? പ്രൊലാക്റ്റിൻ. ഓക്കെ, അപ്പൊ ഇജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഹോർമോൺ ഏതായിരുന്നു? ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ദ ഹോർമോൺ വിച്ച് സ്റ്റിമുലേറ്റ്സ് ബ്രസ്റ്റ് ടു പ്രിപ്പയർ ലാക്ടേഷൻ. ലാക്ടേഷന് വേണ്ടിയിട്ട് ബ്രസ്റ്റിനെ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോൺ ഏതായിരുന്നു? പ്രൊലാക്റ്റിൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കോമണസ്റ്റ് സൈൻ ഓഫ് പോസ്റ്റ്നേറ്റൽ സെപ്സിസ്. പോസ്റ്റ്നേറ്റൽ സെപ്സിസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ആ പേഷ്യന്റിന് പോസ്റ്റ്നേറ്റൽ സെപ്സിസ് അടിച്ചിരിക്കുകയാണ്, പ്രസവത്തിന് ശേഷം ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കുകയാണെന്ന് ഒരു കാര്യം കണ്ട അപ്പൊ നമുക്ക് മനസ്സിലാവും. അതേതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? പൈറക്സിയ അല്ലെ. നല്ല നല്ല പനിയായിരിക്കും, ഡെലിവറിക്ക് ശേഷം പേഷ്യന്റ് നല്ല പനിയായിരിക്കും, അതിനെ നമ്മൾ പറയും പോസ്റ്റ്നേറ്റൽ സെപ്സിസ് ഉണ്ടെന്ന് നമുക്കപ്പോ ഡയഗ്നോസ് ചെയ്യാം. The commonest sign of postnatal sepsis എന്തായിരുന്നു? പൈറക്സിയ. The commonest sign of postnatal sepsis is pyrexia. അടുത്ത ക്വസ്റ്റ്യൻ, intrauterine device are contraindicated. Intrauterine device അല്ലെ. നമ്മള് intrauterine device ചില കേസസിൽ നമ്മൾ വെക്കില്ല അല്ലെ. അപ്പൊ അത് ഏത് കേസാണ് ചോദിച്ചിരിക്കുന്നത്? പെൽവിക് ഇൻഫെക്ഷൻസ് ഉള്ളവർക്ക് intrauterine device നമ്മൾ വെക്കില്ല അല്ലെ. കോപ്പർ ടി, അതിനെയാണ് നമ്മൾ intrauterine device എന്ന് പറയുന്നത്. കോപ്പർ ടീനെയാണ്. ഈ കോപ്പർ ടി പെൽവിക് ഇൻഫെക്ഷൻസ്, റിക്കറന്റ് ആയിട്ട് പെൽവിക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളില് എന്ത് വെക്കില്ല? ഈ ഒരു കോപ്പർ ടി അല്ലെങ്കിൽ ഇൻട്രായൂട്ടറിൻ ഡിവൈസ് വെക്കില്ല. അത് ഏത് കേസിലായിരുന്നു കോൺട്ര ഇൻഡിക്കേറ്റഡ്? പെൽവിക് ഇൻഫെക്ഷൻസ്. പെൽവിക് ഇൻഫെക്ഷൻസ്.
അടുത്ത ക്വസ്റ്റ്യൻ ന്യൂ ബോൺ പീരീഡ്. നമ്മൾ പറഞ്ഞായിരുന്നു ന്യൂ ബോൺ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 28 ഡേയ്സ് ആണ് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ എന്യൂറസിസ്. എന്യൂറസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ കിടന്ന് കിടക്കയും മുള്ളുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എന്യൂറസിസ്. എന്യൂറസിസ്. ബെഡ് വെറ്റിംഗ്. എന്യൂറസിസ് ഈസ് നോൺ ആസ് ബെഡ് വെറ്റിംഗ്. ഓക്കെ, ബെഡ് വെറ്റിംഗ്. എന്യൂറസിസ് നോൺ ആസ് ബെഡ് വെറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാർക്ക് പാച്ചസ് അപ്പിയറിംഗ് ഓൺ ഫേസ് ഡ്യൂറിങ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ സമയത്ത് മുഖത്തുണ്ടാവുന്ന ആ കറുത്ത ആ ഒരു പാച്ചസിനെ എന്താണ് വിളിക്കുക? ക്ലോയാസ്മ. എന്താണ് വിളിക്കുക? Cloyasma. Okay. The dark patches. Cloyasma is the dark patches which is appear on the face during pregnancy. Cloyasma is the dark patches appear on face during pregnancy. Okay. Albuminuria is a sign of അല്ലെ. മൂത്രത്തിൽ കൂടെ ആൽബിൻ പോകുന്നത് എന്തിന്റെ ലക്ഷണമാണ് എന്നാണ് ചോദ്യം. മൂത്രത്തിൽ കൂടെ ആൽബിൻ പോകുന്നത് എന്തിന്റെ ലക്ഷണമാണ്? Albuminuria is a sign of pre-eclampsia. അല്ലെ, പ്രീ എക്ലാംഷ്യ. പ്രഗ്നൻസി പീരീഡിലാണ് കോമൺ ആയിട്ട് പ്രീ എക്ലാംഷ്യ കാണുന്നത്. പ്രീ എക്ലാംഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസീവ് ആയിട്ട് ആൽബുമിൻ യൂറിനിലൂടെ പോകുകയും പേഷ്യന് ഹൈപ്പർ ടെൻഷൻ വരികയും അതേപോലെ തന്നെ എന്ത് ഫിറ്റ്സ് ഒക്കെ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് അല്ലെ. സോ ആൽബുമിനീറിയ ഇസ് എ സൈൻ ഓഫ് ഈ 4 നിന്നാണ് കേട്ടോ ഇതെടുക്കുന്നത്, മീൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ആൽബുമിനീറിയ ഉണ്ടാവുന്ന വേറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സോ ഈ 4 ഒബ്ജക്റ്റീവ്സിൽ കറക്റ്റ് എന്ന് പറയുന്നത് പ്രീ എക്ലാംഷ്യ ആണ്. പ്രീ എക്ലാംഷ്യയില് ആൽബുമിനൂറി ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട് അല്ലെ, സീഷർ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടിയിട്ട് വരുന്നത് ഒരു കണ്ടീഷൻ ആണ് പ്രീ എക്ലാംഷ്യ. പ്രഗ്നൻസിയിലാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ആൻഡ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെയാണ്. പെർ വജൈനൽ എക്സാമിനേഷൻ. Per vaginal examination is contraindicated. Per vaginal അല്ലെ, PV എക്സാമിനേഷൻസ് ഏത് കേസിലാണ് കോൺട്രാഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ സി, ആന്റിപാർട്ടം ഹെമറേജ് അല്ലെ. ഒരു ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഒരു വ്യക്തിക്ക്, ഗർഭാവസ്ഥയിലുള്ള ഒരു ലേഡിക്ക് ആന്റിപാർട്ടം പ്രഗ്നൻസിയിലുള്ള ഒരു ഹെമറേജ് ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് PV ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ആ ഹെമറേജ് കൂടും. അതുകൊണ്ട് per vaginal examination is contraindicated in case of antepartum hemorrhage അല്ലെ. അതേപോലെ തന്നെ പ്ലാസന്റ പ്രിവ്യൂ ഉള്ള പേഷ്യൻസിനൊന്നും നമ്മൾ കയറിയിട്ട് PV ചെയ്യില്ല കേട്ടോ. പ്ലാസന്റ പ്രിവ്യൂ ഉള്ള പേഷ്യന്റും എന്തുണ്ടാവും? ആന്റിപാർട്ടം ഹെമറേജ് ഉണ്ടാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ദ ഫോളോവിങ് ഈസ് എ ഹൈ റിസ്ക് പ്രഗ്നൻസി. ഇതിൽത്തേത് ഒരു ഹൈ റിസ്ക്. ദ ഫോളോവിങ് ഈസ് എ ഹൈ റിസ്ക് പ്രഗ്നൻസി. ഈ കൊടുത്തിരിക്കുന്നതെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്, എക്സെപ്റ്റ് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നാണ് പറയുന്നത്. ഓക്കെ. പ്രൈമറി ഗ്രാവിഡ എബവ് 35 ഇയേഴ്സ് ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. 35 വയസ്സിന് ശേഷമുള്ള എല്ലാ പ്രഗ്നൻസിയും നോർമൽ ആണെങ്കിലും അത് ഹൈ റിസ്ക് ആണ്. സിവിയർ അനീമിയ ഉള്ള പ്രഗ്നൻസി ഹൈ റിസ്ക് ആണ്. കാരണം എന്താ, കുട്ടിക്കും ബ്ലഡ് ആവശ്യത്തിനുള്ള HB ഇല്ല, അമ്മയ്ക്കും ആവശ്യത്തിനുള്ള HB ഇല്ല. സോ ലാക്ക് ഓഫ് ഓക്സിജനേഷനും കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. സോ അതും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. അടുത്ത് ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ആൻഡ് ഹാർട്ട് ഡിസീസ് അല്ലെ. ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് വന്നാലും അതും ഹൈ റിസ്ക് ആണ്. ആൻഡ് ഹാർട്ട് ഡിസീസ് എന്ന് വന്നാലും അത് ആ ഒരു ഇത്രയും വലിയൊരു വർക്ക് ലോഡ് വരുമ്പോ ആ ഹാർട്ടിന് അത് പറ്റാതെ വരും അല്ലെ. അമ്മയും കുഞ്ഞും കൂടെ വരുമ്പോ ഒരു ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു വ്യക്തിക്ക് അത് പറ്റാതെ വരും. അതുപോലെ തന്നെ ഡയബറ്റീസ്, ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉള്ള പേഷ്യന്റിന് പ്രഗ്നൻസിയുടെ സമയത്തും ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൊണ്ട് അതും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. പക്ഷെ മൾട്ടിഗ്രാവിഡ അല്ലെ, 1, 2, 3, 4, 5 പ്രസവിച്ചു എന്ന് വെച്ചിട്ട് അതൊരു ഹൈ റിസ്ക് ആവോ? ഇല്ല. പക്ഷെ അത് ഇതും കൂടെ ചേർന്നിട്ടാണ് വരുന്നതെങ്കിൽ അതൊരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആണ്. പക്ഷെ പേഷ്യന്റിന് 30ാമത്തെ വയസ്സിൽ 5ാമത്തെ പ്രസവമാണ്, നോ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, നോ എനി ഹാർട്ട് ഡിസീസ്, നോ എനി കൈൻഡ് ഓഫ് അനീമിയ ആണെങ്കിൽ അത് ഒരു ഹെൽത്തി പ്രഗ്നൻസി ആണ്. മനസ്സിലായോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ആവറേജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ലോസ് ഡ്യൂറിങ് നോർമൽ ലാബർ. ഒരു നോർമൽ ഡെലിവറിയിൽ എത്രത്തോളം ബ്ലഡ് പോകാം നോർമലി? ഓപ്ഷൻ എ 500 ml ബ്ലഡ്, 1/2 ലിറ്ററോളം ബ്ലഡേ പോവാൻ പാടുള്ളൂ എന്ന് പറയുന്നു ആ നോർമൽ ഡെലിവറിയുടെ സമയത്ത് കേട്ടോ. ഓക്കെ. സോ 500 ml. ദെൻ അടുത്തത് പിപ്പേരിയം. പിപ്പേരിയം എന്ന് പറയുന്നത് ഏത് പീരീഡ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ദ പീരീഡ് ഫ്രം 3rd സ്റ്റേജ് ഓഫ് ലാബർ ടിൽ 6 weeks. അതായത് 3rd സ്റ്റേജ് ഓഫ് ലാബർ എന്ന് പറയുന്നത് എന്താണ്?
എക്സ്പെൽഷൻ ഓഫ് പ്ലസന്റ, അതിനെയാണ് നമ്മൾ തേർഡ് സ്റ്റേജ് ഓഫ് ലാബർ എന്ന് പറയുന്നത്. കുട്ടീനെ ഡെലിവറി ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്, അതെല്ലാവർക്കും അറിയാലോ. കുട്ടീനെ ഡെലിവറി ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റേജിലാണ്. തേർഡ് സ്റ്റേജിൽ വരുന്നത് എക്സ്പെൽഷൻ ഓഫ് പ്ലസന്റ, അതായത് പ്ലാസന്റേനെ ഡെലിവറി ആണ്. ആ പ്ലാസന്റയുടെ ഡെലിവറി തുടങ്ങി, തേർഡ് സ്റ്റേജ് തുടങ്ങി 6 ആഴ്ച വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ പ്യൂപ്പേറിയം എന്ന് പറയുന്നത്, പ്യൂപ്പേറിയൽ പീരീഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏർലി സൈൻ ഓഫ് വീനസ് ത്രോംബോസിസ്. വീനസ് ത്രോംബോസിസിന്റെ ഏർലി സൈൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ പോസ്റ്റ്നേറ്റൽ പീരീഡിൽ. ഓക്കെ, ഒരു പേഷ്യന്റ് പോസ്റ്റ്നേറ്റൽ പീരീഡിൽ ഇരിക്കുന്ന ഒരു പേഷ്യന്റ് ആണ്, ആ പേഷ്യന്റ് വീനസ് ത്രോംബോസിസ് വന്നു. സോ എങ്ങനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം? എന്തായിരുന്നു? പെയിൻ ഇൻ കാഫ് ഓഫ് ലെഗ്, അല്ലെ? നമ്മള് പേഷ്യന്റിനെ നമ്മൾ എപ്പോഴും, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പോസ്റ്റ്നേറ്റൽ അസസ്മെന്റ്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ ഈ പോസ്റ്റ്നേറ്റൽ അസസ്മെന്റിന് പോകുമ്പോൾ നമ്മൾ എന്താണ്? ഹൊമാൻസ് സൈൻ നോക്കും, അല്ലെ? ഹൊമാൻസ്, HOMAN ഹൊമാൻസ്, ഹൊമാൻസ് സൈൻ നോക്കും. എങ്ങനെയാണ് നിങ്ങൾ നോക്കുന്നത്? പോസ്റ്റ്നേറ്റൽ മദറിനെ കിടത്തിയിട്ട് നിങ്ങൾ കാല് പൊന്തിച്ച് ഇങ്ങനെ മേളിലേക്ക്, അല്ലെ, നേരെ കാല്, അവരോട് നേരെ കാല് വെക്കാൻ പറയും. എന്നിട്ട് നമ്മൾ കാഫ് മസിലിൽ സപ്പോർട്ട് ചെയ്യും. കാഫ് മസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മുട്ടിന് തൊട്ട് താഴെയായിട്ട് ബാക്കിൽ വരുന്ന ഈ ഉയർന്നിരിക്കുന്ന ഈ മസിലിനാണ് നമ്മൾ കാഫ് മസിൽ എന്ന് പറയുന്നത്. മുട്ടിന് അല്ലെങ്കിൽ ആ ഒരു ക്യൂബിറ്റൽ ഏരിയയുടെ തൊട്ട് താഴെയായിട്ട് ഈ ഉയർന്നു നിൽക്കുന്ന ആ ഒരു മസിലിനെ, ഓക്കെ, ആ മസിലിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഫൂട്ട് ഒന്ന് നമ്മളൊന്ന് എലിവേറ്റ് ചെയ്ത് നോക്കും. അപ്പൊ പേഷ്യന്റ് ഈ കാഫ് മസിലിലെ പെയിൻ പറയുകയാണെങ്കിൽ പോസിറ്റീവ് ഹൊമാൻ സൈൻ എന്നാണ് പറയുന്നത്. പോസിറ്റീവ് ഹൊമാൻ സൈൻ ഇസ് എ സൈൻ ഓഫ് എന്ത്? വീനസ് ത്രോംബോസിസ്. മനസ്സിലായോ? അതായത് പോസ്റ്റ്നേറ്റൽ പീരീഡിൽ ഒരു പേഷ്യന്റിന് വീനസ് ത്രോംബോസിസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ പോസ്റ്റ്നേറ്റൽ പീരീഡ് കിടക്കുന്ന പേഷ്യന്റ് നമ്മൾ പോസ്റ്റ്നേറ്റൽ അസസ്മെന്റിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ കാഫ് മസിലിലെ പെയിൻ ഉണ്ടോ എന്ന് നോക്കും. ആ കാഫ് മസിൽ പെയിൻ ഉണ്ടോ എന്ന് നോക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ കാഫ് മസിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പേഷ്യന്റിനോട് കാല് വളരെ നേരെ നിവർത്തി വെക്കാൻ പറഞ്ഞ് നമ്മൾ കൂട്ട് കാലും കൂടെ കൂടിയിട്ട് ഇങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ പേഷ്യന്റ് കാഫ് മസിലിൽ പെയിൻ പറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം പോസിറ്റീവ് ഹൊമാൻ സൈൻ എന്നാണ്. പോസിറ്റീവ് ഹൊമാൻ സൈൻ എന്നാണ്. അപ്പൊ പോസിറ്റീവ് ഹൊമാൻ സൈൻ is an indicator of venous thrombosis. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, MTP ആക്ട് വാസ് പാസ്ഡ് ഇൻ, അല്ലെ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്ന ആക്ട് പാസ് ചെയ്ത വർഷം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 1971. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് വാസ് പാസ്ഡ് ഇൻ 1971 ഓർ 1971. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, procedure by which amniotic fluid is obtained, അല്ലെ, വയറ്റിലുള്ള ആ ഒരു പ്രഗ്നൻസിയിലുള്ള സമയത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മൾ കുത്തിയെടുത്ത് ഒരു ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അമ്നിയോസെന്റസിസ്. അമ്നിയോസെന്റസിസ്, എ പ്രൊസീജിയർ ബൈ വിച്ച് അമ്നിയോ ഫ്ലൂയിഡ് ഈസ് ഒബ്റ്റൈൻഡ്. അപ്പൊ ടെസ്റ്റ്, അല്ലെ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ അമ്നിയോസിന്തസിസ് വഴി നമ്മൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുത്തിയെടുക്കുന്നതിനെയാണ് നമ്മൾ അമ്നിയോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ആവറേജ് വെയിറ്റ് ഗെയിൻ ഓഫ് മദർ ഡ്യൂറിങ് പ്രഗ്നൻസി, അല്ലെ, ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ തുടങ്ങി തേർഡ് ട്രൈമസ്റ്റർ വരെ അല്ലെങ്കിൽ ലാസ്റ്റ് ട്രൈമസ്റ്റർ വരെ ഒരു അമ്മയ്ക്ക് വേണ്ട ആഡിക്വേറ്റ് വെയിറ്റ് ഗെയിൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം 12 കിലോ വരേക്കും കൂടും. അമ്മയുടെയും കുഞ്ഞിന്റെയും ബാക്കിയുള്ള എല്ലാം വെയിറ്റ് ഗെയിനും കൂടെ കൂടിയിട്ട് 12 കിലോ വരെ കൂടും. ഫസ്റ്റ് ട്രൈമസ്റ്റർ തുടങ്ങി എൻഡ് ഓഫ് പ്രഗ്നൻസി വരെ എത്ര കിലോ കൂടും? 12 കിലോ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്ട് ഓഫ് എ ലീഗലി പ്ലേസിംഗ് എ ചൈൽഡ് വിത്ത് എ പാരന്റ് ഓർ പാരന്റ് other than those to whom they were born, അല്ലെ, അതായത് ഇതൊരു ഒരു ആക്ട് ആണ്. ഇതിന് എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീഗലി ഒരു കുട്ടീനെ പാരന്റിന്റെയോ അല്ലെങ്കിൽ പാരന്റ്സ്, അതായത് ആ കുട്ടിയുടെ തന്നെ അല്ലാത്ത ഒരു പാരന്റ്സിന്റെ കൂടെയോ നമ്മൾ പാരന്റ്സിൽ ആ ഒരു ആക്ടിനെയാണ് നമ്മൾ എന്താണ് വിളിക്കുന്നത്? അല്ലെ, അഡോപ്ഷൻ. എന്താണ്? ആ കുട്ടിയുടെ അപ്പനും അമ്മയും ആയിരിക്കില്ല, അല്ലെ, ഒന്നെങ്കിൽ ഒരു അമ്മ മാത്രം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു അപ്പനും അമ്മയും ഉണ്ടാവും. ആ കുട്ടിയുടെ തന്നെ ആയിരിക്കില്ല, പക്ഷെ ലീഗലി നമ്മൾ അവർക്ക് ആ കുട്ടീനെ കൊടുക്കും. അതിന് നമ്മൾ എന്ത് പറയും? അഡോപ്ഷൻ. അഡോപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ്. നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 120 തുടങ്ങി 160 വരെയാണ് നോർമൽ ഫീറ്റൽ ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. 120 തുടങ്ങി 160 വരെ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഫുൾ ഡൈലേഷൻ ഓഫ് സർവിക്സ് എത്രയാണ്? ഫുൾ ഡൈലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 10 സെന്റിമീറ്റർ. ഒരിക്കലും 12 എഴുതല്ല കേട്ടോ, 10 സെന്റിമീറ്റർ ആണ് ഫുൾ ഡൈലേഷൻ. ഫുൾ ഡൈലേഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡെഫിനിറ്റ് സൈൻ ഓഫ് പ്ലാസെന്റൽ സെപ്പറേഷൻ ഡ്യൂറിങ് തേർഡ് സ്റ്റേജ് ഓഫ് ലാബർ. ഇതിലെ ഈ 4 ഓപ്ഷനിലെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത്? ഡെഫിനിറ്റ് സൈൻ ഓഫ്, ഇതിലത്തെ 4 ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പ്ലാസെന്റൽ സെപ്പറേഷന്റെ ഓപ്ഷൻ അല്ല, അതായത് പ്ലാസെന്റൽ സെപ്പറേഷന്റെ സൈൻ അല്ല. ബാക്കി 3 പ്ലാസെന്റൽ സെപ്പറേഷന്റെ സൈൻ ആണ്. അപ്പൊ ആ പ്ലാസെന്റൽ സെപ്പറേഷന്റെ സൈൻ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെങ്തനിങ് ഓഫ് കോഡ്. ലെങ്തനിങ് ഓഫ് കോഡ് പ്ലാസെന്റൽ സെപ്പറേഷൻ അല്ലേ? അതെ, കാരണം ആ യൂട്രസിന്റെ ആ ഡോമിൽ നിന്നും പ്ലാസെന്റ വിട്ട് വരുമ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന കോഡിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കും അല്ലെ, വിട്ട് വരുമ്പോൾ. ആൻഡ് ദെൻ സഡൻ ക്രഷ് ഓഫ് ബ്ലഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതിൽ സ്പീഡിൽ ഒരു ഇങ്ങനെ സ്പഡ് ചെയ്ത് ബ്ലഡ് വരും. കാരണം എന്താ? അവിടെ പ്ലാസെന്റ വിട്ടത് കൊണ്ട്. ദെൻ അടുത്തത് റൈസ് ഓഫ് യൂട്രസ് ഇൻ ദ അബ്ഡോമൻ അല്ലെ, അബ്ഡോമിനിൽ ഒരു യൂട്രസ് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്യും. സോ അതും എന്താണ്? പ്ലാസെന്റൽ സെപ്പറേഷൻ ആണ്. പക്ഷെ ഇൻക്രീസ് ഇൻ മെറ്റേണൽ പൾസ്, പൾസ് കൂടേണ്ട ആവശ്യമില്ല പ്ലാസെന്റൽ സെപ്പറേഷന് അല്ലെ. സോ 3 പ്ലാസെന്റൽ സെപ്പറേഷന്റെ സൈൻ ആണ്. പക്ഷെ ഇൻക്രീസ് ഇൻ മെറ്റേണൽ പൾസ് എന്ന് പറയുന്നത് പ്ലാസെന്റൽ സെപ്പറേഷൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഡിസീസ് ഈസ് നോട്ട് ട്രാൻസ്മിറ്റഡ് ഫ്രം മദർ ടു ബേബി ഡ്യൂറിങ് ഡെലിവറി. ഡെലിവറിയുടെ സമയത്ത് അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് വരാത്ത രോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടീനിയ വെർസിക്കല്. ടീനിയ വെർസിക്കല് ഇതാണ് ഏത്? അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് സ്പ്രെഡ് ചെയ്യാത്ത ഒരു രോഗം, ടീനിയ വെർസിക്കല്. ബാക്കി HIV AIDS ഒക്കെ അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം കൂടി കലരുമ്പോ എല്ലാം വരും. ഓക്കെ, HIV, ഹെപ്പറ്റൈറ്റിസ്, ഗോണോകോക്കസ് ഇതൊക്കെ അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തം കൂടി കലരുമ്പോ വരും. പക്ഷേ ഈ ടീനിയ വെർസിക്കലർ എന്ന് പറയുന്ന സാധനം വരില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇൻ നോർമൽ ഡെലിവറി ബ്രസ്റ്റ് ഫീഡിംഗ് ഷുഡ് ബി ഇനിഷ്യേറ്റഡ്. നോർമൽ ഡെലിവറിയിൽ എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്? ആസ് സൂൺ ആസ് പോസിബിൾ എന്നാണ് പറയുന്നത് അല്ലെ. വിത്തിൻ 1 അവറിനുള്ളിൽ ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ എപ്പോഴാണോ, ഇപ്പൊ 1 അവറിനുള്ളിൽ, ഇപ്പൊ അടുത്ത 10 മിനിറ്റ് നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷെ വിത്തിൻ 1 അവർ നമ്മൾ നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യണം. Then following are used in infertility treatment. ഇതിലത്തെ 3 ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ ഒരെണ്ണം ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് അല്ല. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, അതിന്റെ എന്ത് ഓപ്ഷൻസ് പോയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മെനാർക്കെ. മെനാർക്കെ മെനാർക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെനാർക്കെ എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് മെൻസ്ട്രുവേഷൻ. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മെനാർക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബിഗിനിങ് ഓഫ് ഫസ്റ്റ് മെൻസ്ട്രുവേഷനെയാണ് മെനാർക്കെ എന്ന് പറയുന്നത്. എൻഡ് ഓഫ് മെൻസ്ട്രുവേഷൻ എന്തായിരുന്നു? മെനോപോസ് ആയിരുന്നു അല്ലെ. മെനോപോസ് ആണ് എൻഡ് ഓഫ് മെൻസ്ട്രുവേഷൻ. സോ മെനാർക്കെ എന്തായിരുന്നു? ബിഗിനിങ് ഓഫ് ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ. ഏറ്റവും ഫസ്റ്റ് ഒരു പ്യൂബർട്ടൽ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ഗേള് മെൻസ്ട്രുവേഷൻ ആവുന്നതിനെ, ഏറ്റവും ഫസ്റ്റത്തെ മെൻസ്ട്രുവേഷനെ നമ്മൾ, അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ നമ്മൾ മെനാർക്കെ എന്ന് പറയും. മെൻസ്ട്രുവേഷൻ എൻഡ് ചെയ്യുന്നതിനെ നമ്മൾ മെനോപോസ് എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് എ ലേഡി പ്ലാൻസ് ഫോർ എ പ്രഗ്നൻസി it is better to take the following 3 months prior to pregnancy to prevent neurological damage in fetus. ഒരു സാധനം നമ്മൾ 3 മാസം മുമ്പ് തൊട്ട് നമ്മൾ കഴിച്ചു തുടങ്ങും. എന്തിനു വേണ്ടിയിട്ടാ? കുട്ടിയിൽ ഉണ്ടാവുന്ന ന്യൂറോളജിക്കൽ ഡാമേജ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാനഡ് പ്രഗ്നൻസി ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പൊ തൊട്ട് ആ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങും. ഓക്കെ, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളിക് ആസിഡ്. പ്ലാൻ ചെയ്യുന്ന ഒരു പ്രഗ്നൻസി ആണെങ്കിൽ 3 മാസം മുമ്പ് തൊട്ട് നമുക്ക് കഴിച്ചു തുടങ്ങാം. പ്ലാൻ ചെയ്യാതെ കൺസീവ് ആയിട്ടുള്ളതാണെങ്കിൽ എപ്പോഴാണോ ഡിറ്റക്ട് ചെയ്യുന്നത് പ്രഗ്നൻസി അപ്പൊ തൊട്ട് നമുക്ക് ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എൻഗേജ്മെന്റ് ഓഫ് ഫീറ്റൽ ഹെഡ് ഇൻ പ്രൈമിങ് അല്ലെ. ഇൻ പ്രൈമി ഗ്രാവിഡയിലെ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആവുന്ന ഒരു പ്രൈമി ഗ്രാവിഡയിലെ എൻഗേജ്മെന്റ് ഓഫ് ഫീറ്റൽ ഹെഡ് നടക്കുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. 2 weeks prior to the onset of labor അല്ലെ. ഡെലിവറിക്ക് 2 ആഴ്ച മുമ്പ് മാത്രമേ ഈ എൻഗേജ്മെന്റ് ഓഫ് ഫീറ്റൽ ഹെഡ് നടക്കുള്ളൂ. ഓക്കെ, ഏതിലെ? പ്രൈമി ഗ്രാവിഡയിലെ, അതായത് ആദ്യത്തെ പ്രഗ്നൻസിയിലെ.
engagement of fetus head in primary occurs 2 weeks prior to the onset of labor. അടുത്ത question. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫോട്ടോതെറാപ്പി എന്തിനു വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്? ഹൈപ്പർ ബിലിറുബിനീമിയ അല്ലെ? പിള്ളേരിലെ രക്തത്തിലെ ബിലിറുബിൻ ഹൈ ആയിട്ട് നിൽക്കും. ആ സമയത്ത് നമ്മൾ ഫോട്ടോതെറാപ്പി യൂസ് ചെയ്ത് ഈ ഹൈപ്പർ ബിലിറുബിനെ നമ്മൾ ഈ ബിലിറുബിനെ അൺകോൺജുഗേറ്റഡ് ബിലിറുബിനെ കോൺജുഗേറ്റഡ് ബിലിറുബിനാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ശരീരം എന്ത് ചെയ്യും? ഇമോഷനിലൂടെ അല്ലെങ്കിൽ യൂറിനിലൂടെ മോഷനിലൂടെ ഒക്കെ പുറന്തള്ളും. സോ ഫോട്ടോതെറാപ്പി യൂസ് ചെയ്യുന്നത് കുഞ്ഞുമക്കളിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഹൈപ്പർ ബിലിറുബിൻ ഉള്ള പിള്ളേരിൽ ബിലിറുബിൻ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബിലിറുബിൻ എന്തുകൊണ്ടാണ് കൂടുതൽ ഉണ്ടാവണേന്ന് അറിയാലോ? ഇമ്മച്ചുർ ആയിട്ടുള്ള ലിവർ ഉള്ളത് കൊണ്ട്. സോ ലിവർ ആണ് അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആയിട്ട് പുറന്തള്ളുന്നത്. പക്ഷെ ഇൻ കേസ് ഓഫ് എന്ത് കിഡ്സിൽ അല്ലെങ്കിൽ ന്യൂനോയിഡ്സിൽ നമ്മുടെ ലിവർ ഈസ് ഇമ്മച്ചുർ. ലിവർ പ്രായമായിട്ടില്ല, ലിവറിന് പണിയെടുക്കാനുള്ള ആ ഒരു ഏജ് ആയിട്ടില്ല. അപ്പൊ എന്തുണ്ടാവുന്നു? ലിവർ ഒന്നും ചെയ്യില്ല. സോ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ അങ്ങനെ കെട്ടിക്കിടക്കും. സോ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ശരീരത്തിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അത് മൾട്ടി സിസ്റ്റം ഫെയിലർ ഉണ്ടാവാനും വളരെ കോംപ്ലിക്കേഷൻ ആയതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഫോട്ടോതെറാപ്പി യൂസ് ചെയ്ത് അൺകോൺജുഗേറ്റഡ് ബിലിറുബിനെ കോൺജുഗേറ്റഡ് ബിലിറുബിനായിട്ട് പുറന്തള്ളും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോട്ടോതെറാപ്പി. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഡിസ്കഷൻ ക്ലാസ് ആയിരുന്നു. നമ്മൾ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. സോ ഇപ്പൊ എല്ലാരെയും ആദ്യം ക്ലാസ് ആണ് കേട്ടതെന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യാം? ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ ക്ലാസ് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യനും ആൻസറും എഴുതിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ,